ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ ചരവോ വിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ
ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം അഷ്ടമസ്കന്ധം പ്രഥമ അധ്യായം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രാവിലെ. സ്വയംഭൂ മനുവിൻ്റെ തപസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വായിക്കാം. ഒന്നാം അധ്യായം വായിച്ചിട്ട് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ പ്രഥമോऽധ്യായഃ. രാജോവാച സ്വായംഭുവസ്യേഹ ഗുരോ വംശോऽയം വിസ്തരാത് ശ്രുതഃ. യത്ര വിശ്വസൃജാം സർഗോ മനൂൻ അന്യാൻ വദസ്വനഃ. യത്ര യത്ര ഹരേർജന്മ കർമാണി ച മഹീയസഃ. ഗൃണന്തി കവയോ ബ്രഹ്മൻ താനി നോ വദ ശൃണ്വതാം. യദ്യസ്മിന്നന്തരേ ബ്രഹ്മൻ ഭഗവാൻ വിശ്വഭാവനഃ. കൃതവാൻ കുരുതേ കർത്താ ഹ്യതീതേ അനാഗതേ അദ്യ വാ. ഋഷിരുവാച മനവോസ്മിൻ വ്യതീതാ ഷട്കൽപേ സ്വയംഭുവാദയഃ. ആദ്യസ്തേ കഥിതോ യത്ര ദേവാദീനാം ച സംഭവഃ. ആകൂത്യാം ദേവഹൂത്യാം ച ദുഹിത്രോസ്തസ്യ വൈ മനോഃ. ധർമ്മജ്ഞാനോപദേശാർത്ഥം ഭഗവാൻ പുത്രതാം ഗതഃ. കൃതം പുരാ ഭഗവതഃ കപിലസ്യാനുവർണിതം. ആഖ്യാസ്യേ ഭഗവാൻ യജ്ഞോ യച്ചകാര കുരുദ്വഃ. വിരക്തകാമഭോഗേഷു ശതരൂപാപതിഃ പ്രഭുഃ. വിസൃജ്യ രാജ്യം തപസേ സഭാര്യോ വനമാവിശത്. സുനന്ദായാം വർഷശതം പദൈകേന ഭുവം സ്പൃശൻ. തപ്യമാനസ്തപോ ഘോരം ഇദമന്വാഹ ഭാരത. മനുരുവാച യേന ചേതയത്തെ വിശ്വം വിശ്വം ചേതയതേ നയം. യോ ജാഗർത്തി ശയാനേസ്മിൻ നായം തം വേദ വേദസഃ. ആത്മാവാസ്യമിദം വിശ്വം യത്കിഞ്ചിത് ജഗത്യാം ജഗത്. തേന ത്യക്തേന ഭുഞ്ജീതാഃ മാ കൃതഃ കസ്യ സിദ്ധനം. യം ന പശ്യതി പശ്യന്തം ചക്ഷുർയസ്യ ന രിഷ്യതി. തം ഭൂതനിലയം ദേവം സുപർണമുപധാവത. ന യസ്യാദ്യന്തൗ മധ്യം ച സ്വഃ പരോ നാന്തരം ബഹിഃ. വിശ്വസ്യാമൂനി യസ്മാത് വിശ്വം ച തദൃതം മഹത്. സ വിശ്വകായഃ പുരുഹൂതൈശഃ. സത്യസ്വയം ജ്യോതിരജഃ പുരാണഃ. ദത്തേസ്യ ജന്മാദ്യജയാത്മശക്ത്യാ താം വിദ്യയോദസ്യ നിരീഹ ആസ്തേ. അദാഗ്രേ ഋഷയഃ കർമാണി ഹന്തേ കർമ്മഹേതവേ. ഈഹമാനോ ഹി പുരുഷഃ പ്രായോ അനീഹാം പ്രപദ്യത്തെ. ഈഹതേ ഭഗവാനീശോ നഹി തത്ര വിഷജ്ജതേ. ആത്മലാഭേന പൂർണ്ണാർത്ഥോ നാവസീദന്തി ഏനുതം. തമീഹമാനം നിരഹങ്കൃതം ബുധം. നിരാശിഷം പൂർണ്ണം അനന്യചോദിതം. നൃൻ ശിക്ഷയന്തം നിജവത്മസംസ്ഥിതം. പ്രഭും പ്രപദ്യേഖിലധർമ്മഭാവനം. ശ്രീശുക ഉവാച ഇതി മന്ത്രോപനിഷദം വ്യാഹരന്തം സമാഹിതം. ദൃഷ്ട്വാ അസുരാ യാദുധാനാ ജഗ്ധും അഭ്യദ്രവൻ ക്ഷുധാ. താംസ്തദാവസിതാൻ വീക്ഷ്യ യജ്ഞഃ സർവഗതോ ഹരിഃ. യാമയി പരിവൃതോ ദേവൈർഹത്വാ ശാസത്രിവിഷ്ടപം. സ്വാരോജിഷോ ദ്വിതീയസ്തു മനുഃ അഗ്നേഃ സുതോ അഭവത്. ദ്യുമൽ സുഷേണ രോചിഷ്മത് പ്രമുഖാഃ തസ്യ ചാത്മജാഃ. തത്രേന്ദ്രോ രോചനസ്ത്വാസീദ ദേവാശ്ച തുഷിതാദയഃ. ഊർജസ്തംഭാദയഃ സപ്ത ഋഷയോ ബ്രഹ്മവാദിനഃ. ഋഷേസ്തു വേദശിരസഃ തുഷിതാ നാമ ച പത്ന്യഭൂത. തസ്യാം ജജ്ഞേ തതോ ദേവോ വിഭുരിത്യഭിവിസ്രുതഃ. അഷ്ടാശീതി സഹസ്രാണി മുനയോ യേ ധൃതവ്രതാഃ. അന്വശിക്ഷൻ വ്രതം തസ്യ കൗമാര ബ്രഹ്മചാരിണഃ.
തൃതീയ ഉത്തമോ നാമ പ്രിയവ്രതസുതോ മനുഃ പവനസൃഞ്ജയോ യജ്ഞഹോത്രാദ്യാസ്തൽസുതാ നൃപ വസിഷ്ഠതനയാ സപ്തർഷയഃ പ്രമദാദയഃ സത്യാ വേദശ്രുതാ ഭദ്രാ ദേവാ ഇന്ദ്രസ്തു സത്യജിത് ധർമ്മസ്യ സൂനൃതായാം തു ഭഗവാൻ പുരുഷോത്തമഃ സത്യസേന ഇതി ഖ്യാതോ ജാതഃ സത്യവ്രതൈഃ സഹ സോഅനൃതവ്രത ദുശ്ശീലാൻ അസതോ യക്ഷരാക്ഷസാൻ ഭൂതദ്രുഹോ ഭൂതഗണാൻ ത്വവധീത് സത്യജിത്സകഃ ചതുർത്ഥ ഉത്തമഭ്രാത മനുർനാമ്നാ ച താമസഃ പൃഥുഃ ക്യാതിർനരഃ കേതുഃ ഇത്യാദ്യാ ദശതൽസുതാഃ സത്യകാ ഹരയോ വീരാ ദേവാസ്ത്രിശിഖ ഈശ്വരഃ ജ്യോതിർദാമാദയഃ സപ്തർഷയസ്താമസേന്ദരേ ദേവാ വൈധൃതയോ നാമ വിധൃതേ സ്തനയാ നൃപ നഷ്ടാ കാലേന യൈർവേദ വിധൃതാ സ്വേന തേജസാ തത്രാപി ജജ്ഞേ ഭഗവാൻ ഹരിണ്യാം ഹരിമേധസഃ ഹരിരിത്യാഹൃതോ യേന ഗജേന്ദ്രോ മോചിതോഗ്രഹാത് രാജോവാച ബാദരായണ ഏതത്തെ ശ്രോതുമിച്ഛാമഹേ വയം ഹരിർയദാ ഗജപതിം ഗ്രാഹഗ്രസ്തം അമൂമുചത് തൽക്കഥാ സുമഹത് പുണ്യം ധന്യം സ്വസ്ത്യയനം ശുഭം യത്ര യത്രോത്തമ ശ്ലോകോ ഭഗവാൻ ഗീയതേ ഹരിഃ സൂത ഉവാച പരീക്ഷിതൈവം സതു ബാദരായണി പ്രായോപവിഷ്ടേന കഥാസു ചോദിതഃ ഉവാച വിപ്രാഹ പ്രതിനന്ദ്യ പാർത്ഥിവം മുദാ മുനീനാം സദസി സ്മ ശൃണ്വതാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ മന്വന്തരാനുചരിതേ പ്രഥമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. വൈകി വന്നവർക്കൊക്കെ ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. അഷ്ടമസ്കന്ധത്തിലേക്ക് പ്രവേശിച്ചു. മന്വന്തരാനുചരിതം ആണ് ഈ സ്കന്ധത്തിൽ മുഴുവൻ വിചാരം ചെയ്യുന്ന വിഷയം. ബ്രഹ്മാവിന്റെ ഒരു പകല് കൽപ്പം എന്ന് പറയുന്നു. അതിൽ 1000 ചതുരയുഗങ്ങൾ 14 മന്വന്തരങ്ങളായി കാലത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആ ഓരോ മന്വന്തരങ്ങളിലും എങ്ങനെയാണ് സജ്ജനങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ വിഭൂതികളായിട്ടുള്ള മനുക്കൾ ലോകം ഭരിക്കുന്നത്, ആ മനുവിനെ സഹായിക്കാൻ ആരൊക്കെയാണ് കൂടെയുള്ളത്, ഓരോ മന്വന്തരത്തിലും ഭഗവാന്റെ അവതാരങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ടുള്ള വിഷയം. ഭഗവാന്റെ ധർമ്മപരിപാലനം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന ഭഗവാന്റെ ആ ഗീതാവചനങ്ങൾ അന്വർത്ഥമാക്കുന്ന ഭഗവാന്റെ ലീലകൾ. ഇപ്പൊ ഈ പ്രഥമ അധ്യായത്തില് പരിത്രാണായ സാധൂനാം എന്നുള്ള ആ വാക്ക് പാലിക്കുകയാണ്. സ്വയംഭുവ മനു എന്ന സാധുവിനെ പരിത്രാണനം ചെയ്യുന്ന കഥയാണ് ഈ
ഒന്നാമത്തെ മന്വന്തരത്തിൽ ഭഗവാന്റെ യജ്ഞൻ എന്ന അവതാരത്തിലൂടെ ഭഗവാൻ നിർവഹിക്കുന്നത്. അപ്പോൾ ആ കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 14 മന്വന്തരത്തിലും ഭഗവാന്റെ 14 വ്യത്യസ്തങ്ങളായ അവതാര ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ കാണും. ഇത് ദശാവതാരങ്ങളിൽ ഇതിൽ വാമനാവതാരം മാത്രമേ മത്സ്യാവതാരവും മത്സ്യാവതാരം വരില്ല. മത്സ്യാവതാരം മന്വന്തരങ്ങൾക്ക് പുറത്ത് ഉള്ളൊരു അവതാരമാണ്. ദശാവതാരങ്ങളിൽ വരും. അത് ഈ അഷ്ടമസ്കന്ധത്തിൽ ചർച്ച ചെയ്യും. അതുപോലെ കൂർമാവതാരം, മോഹിനി അവതാരം, ധന്വന്തരി അവതാരം ഇതൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പുറമെ വാമനാവതാരവും ദശാവതാരങ്ങളിൽ പെടുന്നതാണ്. അതല്ലാതെ വേറെ കുറേ അവതാരങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഓരോ മന്വന്തരത്തിലും ഭഗവാന്റെ പേരുകൾ കേൾക്കാം. അപ്പോൾ ഇതിൽ സ്വയംഭൂ മന്വന്തരത്തിൽ യജ്ഞൻ എന്ന പേരിലുള്ള ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കണ്ട് പോവാം. അപ്പോൾ പരീക്ഷിത് രാജാവിന്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ് തുടങ്ങിയത്. അങ്ങ് സ്വയംഭൂ മനുവിന്റെ വംശത്തെ വിസ്തരിച്ച് പറഞ്ഞു. ഇനി മറ്റു മനുക്കളെക്കുറിച്ച് പറഞ്ഞു തരൂ. ഭഗവാൻ ഏതേത് മന്വന്തരങ്ങളിൽ എന്തെല്ലാം മുമ്പ് ചെയ്തു, ഇപ്പോൾ ചെയ്യുന്നു, ഇനി നാളെ ഭാവിയിൽ ഉള്ള മന്വന്തരങ്ങളിൽ എന്തെല്ലാം ചെയ്യും, അതൊക്കെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞതിന് ശുകബ്രഹ്മർഷി മറുപടി കൊടുക്കുന്നു. 6 മന്വന്തരങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ 7ാമത്തെ മന്വന്തരമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആദ്യം സ്വയംഭൂ മന്വന്തരത്തിൽ ഭഗവാന്റെ 2 അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആകൂതിയിൽ യജ്ഞനെന്നും ദേവഹൂതിയിൽ കപിലനെന്നും ഭഗവാൻ അവതരിച്ച് ധർമ്മജ്ഞാന ഉപദേശങ്ങൾ ചെയ്തു. അതിൽ കപിലാവതാരത്തെ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ യജ്ഞാവതാരത്തിന്റെ ഒരു കഥ ചുരുക്കി പറയാം എന്ന് പറഞ്ഞിട്ടാണ് സ്വയംഭുവ മനു തന്റെ പുത്രന്മാരിൽ രാജ്യഭാരം ഏൽപ്പിച്ച് വിരക്തനായി സുനന്ദ എന്ന് പറയുന്ന നദീതീരത്ത് 100 വർഷം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഘോരമായ തപസ് അനുഷ്ഠിച്ചതിനെ പറഞ്ഞുകൊണ്ട് ആ തപസ് കാലത്ത് അദ്ദേഹം ആവർത്തിച്ച് ജപിച്ചതായിട്ടുള്ള ശ്ലോകങ്ങൾ 8ഓളം ശ്ലോകങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു. മനുരുവാച യേന ചേതയതേ വിശ്വം വിശ്വം ചേതയതേ നയം യോ ജാഗർത്തീശയാനേസ്മിൻ നായം തം വേദ വേദസഃ. ആരാലാണോ ഈ വിശ്വം ചെയ്യപ്പെടുന്നത്, ആരെ വിശ്വത്തിന് ചേതന ആക്കാൻ പറ്റില്ലയോ, ചലിപ്പിക്കാൻ സാധിക്കില്ലയോ, ഈ ലോകം ശയിക്കുമ്പോഴും ആര് ഉണർന്നിരിക്കുന്നുവോ അവനെല്ലാം അറിയുന്നു, എന്നാൽ അവനെ അറിയാൻ ആർക്കും കഴിയുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആത്മസ്വരൂപനായ ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ച് വസിക്കുന്നു. യത്കിഞ്ച ജഗത്യാം ജഗത്, അതറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്ന സകല ധനവും അവന്റേതാണ്, ഈശ്വരന്റേതാണ്, അല്ലാതെ നമ്മുടെ ആരുടേതുമല്ല എന്നുള്ളതായിട്ടുള്ള ത്യാഗഭാവത്തോടെ വർത്തിച്ചാലും ജീവിതം നയിച്ചാലും ഭുഞ്ജീതാഹ തേന ത്യക്തേന ഭുഞ്ജീതാഹ മാകൃത കസ്യസിദ്ധനം. ഇത് ലോകത്തിനുള്ള ഉപദേശവും കൂടിയാണ് മനുവിന്റെ. അദ്ദേഹം അത് അനുസന്ധാനം ചെയ്തുകൊണ്ട് തപസ്സനുഷ്ഠിക്കുന്നു. ഇനിയും മനുവിന്റെ ആ അനുസന്ധാന ശ്ലോകങ്ങൾ നമുക്ക് കാണാം. അത് കഴിഞ്ഞ കഥയിലേക്ക് വീണ്ടും തിരിച്ചു വരും. യം ന പശ്യതി പശ്യന്തം ചക്ഷുർയസ്യ നരിഷ്യതി തം ഭൂതനിലയം ദേവം സുപർണം ഉപധാവത. യം ന പശ്യതി പശ്യന്തം ചക്ഷുർയസ്യ നരിഷ്യതി
തം ഭൂതനിലയം ദേവം സുപർണം ഉപധാവത. ലോകത്തോടുള്ള ഒരു ഉപദേശം പോലെയാണ് ഇതില്. ഇപ്പൊ പൂർവ്വ ശ്ലോകത്തിലാണെങ്കിലും തേന തെക്തേന ഭുഞ്ചീതാഹ എന്ന് പറയുമ്പോൾ യൂയം ഭുഞ്ചീതാഹ എന്നാണ്. അവിടെ ഭുഞ്ചീതാഹ എന്നുള്ള ക്രിയയുടെ കർത്താവ് യൂയമാണ്. നിങ്ങൾ ഭുജിക്കുവിൻ എന്നാണ്. അപ്പോ നമ്മുടെയൊക്കെ പിതാമഹനായിരിക്കുന്ന മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആദി മനുഷ്യനായ പൂർവീകനായ അദ്ദേഹം നമ്മളോട് ഓരോരുത്തരോടും അദ്ദേഹത്തിന്റെ അറിവ് പകർന്നു തരികയാണ്. എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം എന്നത്. മനുവിന്റെ ഉപനിഷത്തുക്കളാണിതെല്ലാം, നമുക്കുള്ള ഉപദേശങ്ങളാണ്. അപ്പൊ അദ്ദേഹം വീണ്ടും പറയുന്നു, തം ഭൂതനിലയം ദേവം സുപർണം ഉപധാവത. ആ ഉപധാവത എന്നുള്ളത് ക്രിയയാണ്, നമുക്കുള്ള ഉപദേശമാണ്. യൂയം ഉപധാവത. യൂയം എന്ന് പറഞ്ഞാൽ ബഹുവചനത്തില് നിങ്ങൾ എന്ന്. നിങ്ങൾ ലോകരായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള എല്ലാവരും ഉപധാവത. ഉപധാവത എന്ന് പറഞ്ഞാല് അവനെ ശരണം പ്രാപിക്കൂ, അവനെ ആശ്രയിക്കൂ, അവന്റെ പുറകിൽ ഓടൂ എന്നാണ് അർത്ഥം. അവന്റെ അടുത്തേക്ക് ഓടൂ. ധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടലാണ്, പക്ഷെ ഉപ എന്നുള്ള ഉപസർഗം ചേർക്കുമ്പോൾ അത് ശരണാഗതിയായിട്ട് മാറുന്നു. അവനെ ശരണം പ്രാപിക്കൂ എന്നർത്ഥത്തില്. അവനെ ഭജിക്കൂ, അവനെ സേവിക്കൂ എന്നൊക്കെ അർത്ഥമാവും. അപ്പോ ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്? അതാണ് വിശേഷിപ്പിച്ചത്. യംന പശ്യതി പശ്യന്തം ചക്ഷുർ യസ്യ ന രിഷ്യതി. പശ്യന്തം യം ന പശ്യതി. പശ്യന്തം കാണുന്നവനായ അവനെ, യം യാതൊരുവനെ, ന പശ്യതി അവൻ നമ്മളെല്ലാം കാണുന്നു, എന്നാൽ അവനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവൻ എല്ലാറ്റിനും സാക്ഷിയാണ്, എല്ലാ കാലത്തും എപ്പോഴും നശിക്കാതെ ഈ ലോകത്തിന്റെ സർവ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും സർവപരിണാമങ്ങളും അവൻ സാക്ഷിയായി വർത്തിക്കുന്നു. സാക്ഷിയായി അവൻ പരിണാമ വിധേയനാവുന്നില്ല. അവൻ എല്ലാറ്റിനും സാക്ഷി മാത്രമായിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അവനെ നമുക്ക് കാണാൻ പ്രയാസമാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പോലും ഗ്രഹിക്കാൻ പ്രയാസമാണ് എന്നുള്ള ഉപനിഷത്ത് വചനങ്ങൾ തന്നെയാണ് ന പശ്യതി. യസ്യ ചക്ഷുഹു ന രിഷ്യതി എന്ന് പറയും. യസ്യ ചക്ഷുഹു യാതൊരുവന്റെ കണ്ണുകൾ ന രിഷ്യതി നശിക്കുന്നില്ല. അവിടെ കണ്ണുകൾ നശിക്കുന്നില്ല എന്ന് പറയുന്നതിലൂടെ നമ്മളെപ്പോലെയുള്ള കണ്ണുകളല്ല, അവന്റെ ബോധം തന്നെയാണ് അവന്റെ കണ്ണുകൾ. എല്ലാം അറിയുന്ന അവന്റെ അറിവാകുന്ന കണ്ണ് നശിക്കുന്നില്ല. മാത്രമല്ല അവന്റെ കണ്ണ് എന്നുള്ളത് കൊണ്ട് ദർശനം എന്നും കൂടി അർത്ഥമാണ്. അവന്റെ വിഷൻ, അവന്റെ സങ്കല്പം, അതിന് നാശമില്ല. കാരണം അവൻ സത്യസങ്കല്പനാണ്. എന്ത് സങ്കല്പിക്കുന്നുവോ അത് നടക്കും. അപ്പൊ അവന്റെ സങ്കല്പങ്ങൾക്ക്, അവന്റെ ദർശനങ്ങൾക്ക്, അവന്റെ ഇച്ഛയ്ക്ക് യാതൊരു ഹാനിയും സംഭവിക്കുന്നില്ല, നാശം സംഭവിക്കുന്നില്ല. സത്യസങ്കല്പനാണ് എന്നർത്ഥത്തിലാണ് യസ്യ ചക്ഷുഹു ന രിഷ്യതി. അങ്ങനെയുള്ള തം ഭൂതനിലയം ദേവം. ഭൂതനിലയം എന്നുള്ളതിന് രണ്ടു തരത്തിലും, ഭൂതാനാം നിലയം, ഭൂതാനിയേവ നിലയം. ഭൂതാനാം നിലയം എന്ന് പറയുമ്പോൾ സകല ഭൂതങ്ങളും ആരിൽ നിതരാം ലീയത്തെ, എല്ലാ ഭൂതങ്ങളും ആരിൽ ലയിക്കുന്നുവോ, ആരിൽ വസിക്കുന്നുവോ, നാരായണൻ എന്നുള്ള അർത്ഥം തന്നെയാണ്. നാരങ്ങൾക്കെല്ലാം ഗതിയായിരിക്കുന്നവൻ, അയനമായിരിക്കുന്നവൻ. ഈ പ്രപഞ്ചം മുഴുവൻ ആരിൽ സ്ഥിതി ചെയ്യുന്നുവോ എല്ലാറ്റിനെയും നിലനിർത്തുന്നവൻ. നിലയെന്ന് പറയുമ്പോൾ വാസസ്ഥാനം എന്നും അർത്ഥമാണ്, പിന്നെ ലയസ്ഥാനമെന്നും അർത്ഥമാണ്. രണ്ടർത്ഥത്തിലും
വാസസ്ഥാനവുമാണ്. ഈ ഭൂതങ്ങൾക്കൊക്കെ വാസസ്ഥാനം അവൻ തന്നെയാണ്. ഭൂതങ്ങളൊക്കെ ചെന്നു ചേരുന്നതും അവനിലേക്ക് തന്നെയാണ്. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. ആ ഉപനിഷത്ത് മന്ത്രത്തിന്റെ സാരമായിട്ടുള്ള പദമാണ് ഭൂതനിലയം. ഇനി മറ്റൊരു അർത്ഥത്തില് അപ്പോ ഭൂതാനാം നിലയം. ഇനി ആരാണോ ഭൂതങ്ങളിൽ വസിക്കുന്നത്, സർവഭൂതങ്ങളിലും സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ എന്ന് വിഷ്ണു സഹസ്രനാമത്തിന്റെ പൂർവപീഠികയിൽ ഭീഷ്മപിതാമഹൻ പറയുന്നത് കേൾക്കാം. സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. അപ്പൊ എല്ലാ ഭൂതങ്ങളുടെയും നിവാസസ്ഥാനമാകുന്നു എന്നൊരർത്ഥത്തിലും എല്ലാ ഭൂതങ്ങളിലും അങ്ങ് നിവസിക്കുന്നു. വാസുദേവ ശബ്ദത്തിന്റെ അർത്ഥം ഇത് തന്നെയാണ്. രണ്ടർത്ഥമാണ്. വസന്തി അസ്മിൻ സർവമിതി വാസുദേവ. അവനിലെല്ലാം വസിക്കുന്നതുകൊണ്ട് അവൻ വാസുദേവൻ. മറ്റൊരർത്ഥത്തില് വസനാത് ദ്യോതനാത് വാസുദേവ. അവൻ എല്ലാറ്റിലും വസിക്കുകയും എല്ലാറ്റിനെയും ദ്യോതിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വാസുദേവൻ. അപ്പോ നിങ്ങൾ ഏത് ദൃഷ്ടിയിലാണ് നോക്കണ വെച്ചാൽ ആ ദൃഷ്ടിയിൽ ഭൂതങ്ങളെ കാണുമ്പോൾ ഭൂതങ്ങളൊക്കെ അവനിലിരിക്കുന്നു എന്ന് കാണുക. ഇനി പാരമാർത്ഥികമായിട്ട് അല്ല, വാസുദേവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസുദേവൻ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഈശ്വരനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനാണ്. മുമ്പേ ആത്മാവാസ്യം ഇതം സർവം എന്ന് പറഞ്ഞ പോലെ അവൻ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം ഇരിക്കുന്നവനല്ല, സർവത്ര വ്യാപിച്ചിരിക്കുന്നവനാണ്, എല്ലാറ്റിലും പ്രവേശിച്ചിരിക്കുന്നവനാണ്. വിശദി വ്യാപനോതി ഇത് വിഷ്ണു എന്നുള്ള അർത്ഥത്തില് എല്ലാറ്റിലും പ്രവേശിച്ചിരിക്കുന്നവൻ, അങ്ങനെയും അർത്ഥം. അപ്പൊ ഭൂതനിലയം ദേവം. ദേവം എന്ന് പറഞ്ഞാല് സൃഷ്ടിസ്ഥിതി സംഹാരാദി ലീലകളെ ചെയ്യുന്നവൻ. ദിവ് എന്നുള്ള ധാതുവിന് ക്രീഡ. ഇതൊരു ക്രീഡയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരമാകുന്ന ക്രീഡ ചെയ്യുന്നവൻ, അവതാര ലീലകളെടുത്ത് ക്രീഡിക്കുന്നവൻ. മറ്റൊരർത്ഥത്തില് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവൻ, എല്ലാറ്റിനും ചൈതന്യം കൊടുത്ത് പ്രകാശിപ്പിക്കുന്നവൻ. അങ്ങനെ പല അർത്ഥത്തിലും ദേവൻ. അങ്ങനെയുള്ള സുപർണം ഉപധാവത. ആ സുപർണനെ നിങ്ങൾ ഭജിക്കുവിൻ എന്നാണ്. അവിടെ സുപർണൻ എന്ന് പറഞ്ഞാൽ നല്ല ചിറകുകളുള്ളവൻ എന്ന് നമ്മുടെ ഗരുഡന്റെ ഒരു പര്യായം കൂടിയാണ്. ഇവിടെ ഉപനിഷത്തിൽ സുപർണ ശബ്ദം ഉപയോഗിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ ദ്വാ സുപർണൗ സയുജൗ സഖായൗ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യഃ പിപ്പലം സ്വാദ്വത്തി അനശ്നൻ അന്യോ അഭിജാകശീതി എന്നൊരു മന്ത്രമുണ്ട്. അവിടെ ദ്വാ സുപർണൗ, രണ്ട് സുപർണങ്ങൾ, സമാനം വൃക്ഷം പരിഷസ്വജാതി, ഒരു വൃക്ഷത്തില് സമാനമായി ഇരിക്കുന്നു. അതില് തയോരന്യഃ പിപ്പലം സ്വാദ്വത്തി, ഒരു പക്ഷി, ഒരു സുപർണം സ്വാദുള്ള പിപ്പലങ്ങളെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പിപ്പലം എന്നുള്ള പഴങ്ങളെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അനശ്നൻ അന്യോ അഭിജാകശീതി, ഒന്നും ഭക്ഷിക്കാതെ ഒരാള് എല്ലാറ്റിനെയും നോക്കിക്കൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിയായി മുകളിലിരിക്കുന്നു. ഒരു വൃക്ഷത്തിൽ തന്നെ സാക്ഷിയായ ഒരു പക്ഷി ഇരിക്കുന്നു, ഒന്നും ചെയ്യാതെ സുഖമായിരിക്കുന്നു. ഒരു പക്ഷി താഴെയുള്ള കൊമ്പുകളിലൊക്കെ പാറിപ്പാറി പറന്നു നടന്നുകൊണ്ട് അതിലുള്ള ഫലങ്ങളൊക്കെ ഭുജിച്ചുകൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അല്ലെ, നല്ല മധുരമുള്ള പഴം കഴിക്കുമ്പോൾ സന്തോഷിക്കുന്നു, ചവർപ്പുള്ള പഴം കഴിക്കുമ്പോൾ അതിന്റെ മുഖം വാടുന്നു. ഇങ്ങനെ ഏത് സുപർണങ്ങളാണ് അതില് താഴത്തെ എല്ലാ ശാഖകളിലും പാറി നടന്ന് പഴം ഭുജിക്കുന്നത്? ജീവനാകുന്ന സുപർണൻ, മുകളിലിരിക്കുന്നത് ഈശ്വരനാകുന്ന സുപർണൻ. ഇവിടെ ആ ഈശ്വരനാകുന്ന സുപർണനെ ശരണം പ്രാപിക്കാനാണ് പറയുന്നത്. ആ ഈശ്വരനായ സുപർണനോട് കൂടി ചേർന്നിരിക്കൂ. അതാണ് യോഗം. താഴെങ്ങനെ കിടന്ന് പറന്നു നടക്കാതെ, ആർത്തി പിടിച്ചിങ്ങനെ കൊതി പിടിച്ചിങ്ങനെ ഓടി നടക്കാതെ മുകളിലിരിക്കുന്ന ആ സഖാവിന്റെ ഒപ്പം പോയിരിക്കൂ. ആ
പക്ഷിയെ തന്നെ സഖാവായിട്ട് പുരഞ്ജനോപാഖ്യാനത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ആ എന്താ പറയുക, പുരഞ്ജനൻ പിന്നീട് വൈദർഭിയായി മലയധ്വജനുമൊക്കെ ആയിട്ട് പുനർജനിച്ചതായിട്ടുള്ള സമയത്ത് മലയധ്വജൻ മരിച്ചപ്പോ വൈദർഭി കരഞ്ഞതായിട്ടുള്ള സമയത്ത് ഒരു സഖാവ് വന്ന് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഈ വൈദർഭിയെയും കൂട്ടിക്കൊണ്ട് പറന്നുപോയി. ആരാണ് ആ സഖാവ്? അജ്ഞാതനാമ എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു സഖാവ് വന്നു. ഹംസരൂപത്തില് അവർ പറന്നുപോയി. പിന്നീട് ഒരു ബ്രാഹ്മണനായിട്ട് വന്നു, പിന്നീട് പറന്നുപോയി എന്നാണ് കഥ നമ്മൾ കണ്ടത് അല്ലേ? അവിടെ ബ്രാഹ്മണനായിട്ട് വന്നു എന്നുള്ള ഗുരുവായി വന്ന് പരമഹംസന്മാരായി തിരിച്ചുപോയി, വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ആ സുപർണം തന്നെയാണ്, ആ സഖാവ് തന്നെയാണ് ഇവിടുത്തെ സുപർണം. അപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് വഴികാട്ടിയായിരിക്കുന്ന, സഖാവായിരിക്കുന്ന, പ്രിയപ്പെട്ടവനായിരിക്കുന്ന, ഗുരുവായിരിക്കുന്ന ഈശ്വരനുണ്ട്. ആ എന്താ പറയുക, ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ല. അപ്പൊ ആ ഗുരു തന്നെയാണ് ഇവിടുത്തെ സുപർണൻ. ഈശ്വരൻ തന്നെയാണ് ഗുരുരൂപത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്നത്. അപ്പോ ആ ഗുരുവിനെ ശരണം പ്രാപിച്ചാലും ഈശ്വരനെ ശരണം പ്രാപിച്ചാലും ആ സാക്ഷി ചൈതന്യത്തെ ശരണം പ്രാപിച്ചാലും എന്നൊക്കെ പലതലത്തിൽ അർത്ഥമാണ്. അങ്ങനെയുള്ള സുപർണം ദേവം ഉപഗാവത. അപ്പോ അല്പജ്ഞന്മാരായ അല്പശക്തന്മാരായ ജീവന്മാർ സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനെ ശരണം പ്രാപിച്ച് ആ ഈശ്വര സ്വരൂപികളായി തീരാനുള്ള ഒരു ഉപദേശം കൂടിയാണിത്. യം ന പശ്യതി പശ്യന്തം ചക്ഷുർയസ്യ നരിഷ്യതി തം ഭൂതനിലയം ദേവം സുപർണമുപദാവത. ന യസ്യ ആദ്യന്തൗ മധ്യം ച സ്വഃ പരോ നാന്തരം ബഹിഃ വിശ്വസ്യാമൂനി യദ്യസ്മാത് വിശ്വം ച തദ്ഹൃതം മഹത്. ന യസ്യ ആദ്യന്തൗ മധ്യം ച സ്വഃ പരോ നാന്തരം ബഹിഃ വിശ്വസ്യാമൂനി യദ്യസ്മാത് വിശ്വം ച തദ്ഹൃതം മഹത്. ന യസ്യ ആദ്യന്തൗ മധ്യം ച. യസ്യ ഏതൊരുവന്, ഏതൊരു ഈശ്വരന്, ഏതൊരു സുപർണന് ആദി അന്തൗ മധ്യം ച ന. ആദിഹി അന്തഃ രണ്ടും കൂടി ചേർത്ത് ആദ്യന്തൗ എന്ന് ദ്വിവചനം, പിന്നെ മദ്യം മൂന്നാമതായും പറഞ്ഞു. അങ്ങനെ ആർക്കാണോ ആദിയില്ലാത്തത്, ആർക്കാണോ അന്തമില്ലാത്തത്, ആർക്കാണോ മധ്യവുമില്ലാത്തത്, ആദിയും അന്തവും കണ്ടുപിടിച്ചാലേ മദ്യം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ആദി അദ്യ അന്ത മദ്യങ്ങളൊന്നുമില്ലാത്തവനും, ഇനി ആർക്കാണോ സ്വഹ പരഹ അന്തരം ബഹിഹി ന. സ്വഹ എന്ന് പറഞ്ഞാൽ സ്വന്തം എന്നുള്ള ഭാവം, സ്വകീയം എന്നുള്ള ഭാവമാണ്. ഇതെല്ലാം എന്റേത്. പരഹ എന്ന് പറഞ്ഞാൽ പരകീയം, എന്റേതല്ലാത്തത്, അന്യന്റേത് എന്നുള്ളതായിട്ടുള്ള ഭാവം. എന്റേതും അന്യന്റേതും, സ്വകീയം പരകീയം എന്നുള്ള ഭേദഭാവന ആർക്കില്ലയോ അല്ലെ? നമുക്കതൊക്കെ ധാരാളമുണ്ട്. സ്വകീയം പരകീയം എന്നുള്ള ഭാവം നമുക്ക് അല്പന്മാർക്കെല്ലാം ഉണ്ട്. നമ്മുടെ എന്താ പറയുക, ബന്ധുക്കളോട്, കുടുംബത്തോട്, നമ്മുടെ വീടിനോട് ഒക്കെ സ്വകീയതയുണ്ട്. അടുത്ത വീട്ടുകാരോട് നമുക്ക് അത്രയില്ല, പരകീയന്മാരാണ്. അവരുടെ മുതലൊക്കെ അവരുടേതാണ്. അതുപോലെ കേരളീയർക്ക് കേരളത്തെ മൊത്തം സ്വകീയം, തമിഴ്നാട്ടുകാരോട് പരകീയം, തമിഴന്മാർക്കോ അവരുടെ സ്വകീയം. ഞങ്ങളടയ്ക്കുന്ന ടാക്സ് അത് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടണം അല്ലേ? ഞങ്ങൾ ഉണ്ടാക്കുന്ന വരുമാനം മുഴുവൻ ഞങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞ് കലഹിക്കണ്ടല്ലോ, സ്വകീയ പരകീയം. എന്നാൽ നമ്മളെല്ലാം ഭാരതീയരായി തീർന്നാലോ ആ സ്വകീയ പരകീയ ഭേദഭാവനകൾ ഇല്ലാതെയാവും അല്ലേ? ഇനി നമ്മൾ ലോകമേ തറവാട് എന്ന് കരുതിയാലോ
ഞാൻ ഇന്ത്യക്കാരൻ, മറ്റവൻ ചൈനക്കാരൻ, മറ്റവൻ പാകിസ്ഥാൻകാരൻ എന്നുള്ള ഭേദഭാവനയും ഇല്ലാതെയാവും. ഇങ്ങനെ ഉയരും തോറും, നമ്മൾ വികസിക്കും തോറും ആ സ്വപര ഭാവം ഇല്ലാതെയാവും. ഭഗവാനെ സംബന്ധിച്ച് താൻ തന്നെയാണ് എല്ലാം. പിന്നെന്ത് സ്വകീയം, പിന്നെന്ത് പരകീയം? പരകീയം ഉണ്ടെങ്കിലേ സ്വകീയം എന്ന് വേർതിരിക്കേണ്ട ആവശ്യമുള്ളൂ. പരകീയമായിട്ട് ഭഗവാനെ സംബന്ധിച്ച് ഒന്നുമില്ല. വേറൊരു ആള് ഇതിന്റെ സൃഷ്ടി സ്ഥിതി സംഹാര കർത്താവായി, ഉടമസ്ഥനായി, നാഥനായി ഇല്ല. എല്ലാറ്റിന്റെയും നാഥൻ ഭഗവാൻ തന്നെ. അന്തരം ബഹി, അകവും പുറവുമില്ല. അന്തരം എന്ന് പറഞ്ഞാൽ അകം, ബഹി ബാഹ്യം. അപ്പോ ആകാശത്തിനും അകവും പുറവുമില്ല. അതുപോലെ ഭഗവാനെ സംബന്ധിച്ച് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവന് ആ അകം പുറം എന്നൊന്നും പറയാനില്ല. അതൊക്കെ അല്പമായിരിക്കുന്ന വസ്തുക്കളുടെ ഭാവങ്ങളാണ്. ചെറിയ ചെറിയ വസ്തുക്കൾക്ക് അകം പുറം എന്നൊക്കെ പറയാം. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വസ്തുവിന് അകവും പുറവും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ഭഗവാന് അകവും പുറവുമില്ല. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക. ഇനി വിശ്വസ്യ അമൂനി യസ്മാത് വിശ്വം ച യത് തത് ഋതം മഹത്. അപ്പോ വിശ്വസ്യ അമൂനി, ഈ ലോകത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഇതെല്ലാം, അമൂനി എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം. ഇവ എന്ന് പറഞ്ഞത് മുമ്പേ പറഞ്ഞതായിട്ടുള്ള ആദി, അന്തം, മദ്യം, സ്വഹ, പരഹ, അന്തരം, ബഹി എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ വിശ്വത്തിനാണുള്ളത്. അമൂനി വിശ്വസ്യയേവ, ഈ വിശ്വത്തിനാണ് ഈ പറഞ്ഞ ആദി, അന്തം, മദ്യം, സ്വകീയം, പരകീയം, അന്തരം, ബഹി ഇത്യാദി ഭാവങ്ങൾ ഉള്ളത്. ഇതെല്ലാം ആരിൽ നിന്നുണ്ടായതാണ്? ഇവനിൽ നിന്നാണ്. ഈ വിശ്വത്തിന്റെ എല്ലാം തന്നെ ഇവനിൽ, ഈ ഈശ്വരനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. വിശ്വത്തിന്റെ ആദിയും അന്തവും മധ്യവും ഒക്കെ ഭഗവാനാണ്. വിശ്വത്തിന്റെ ആദി എവിടെയാണ്? ഭഗവാനിൽ. വിശ്വത്തിന്റെ അന്തം എവിടെയാണ്? ഭഗവാനിൽ. വിശ്വത്തിന്റെ നിലനിൽപ്പ്, മധ്യം എവിടെയാണ്? ഭഗവാനിൽ. വിശ്വത്തിന്റെ അന്തരം, ഉള്ള് ഭഗവാൻ തന്നെ, പുറം ഭഗവാൻ തന്നെ. സ്വഹ, പരഹ എന്നൊക്കെയുള്ള ഭേദഭാവനയും ഒക്കെ വിശ്വത്തിലേ ഉള്ളൂ, ഭഗവാനിൽ ഇല്ല. അപ്പൊ വിശ്വസ്യ അമൂനി യത് യസ്മാത് വിശ്വം. ഇനി വിശ്വം യസ്മാത്, ആരിൽ നിന്നാണ് വിശ്വം ഉണ്ടായി വന്നിരിക്കുന്നത്? ആ സുപർണം ഉപതാവത എന്ന് മുമ്പേ പറഞ്ഞത്. ആരിൽ നിന്നാണോ ഈ വിശ്വം ഉണ്ടായിരിക്കുന്നത് ആ സുപർണനെ നിങ്ങൾ സേവിക്കുവിൻ. ഇനി എന്താണ് വിശ്വം ച യത്? വിശ്വം ച യത് എന്ന് പറയുമ്പോൾ ഈ വിശ്വം യാതൊന്നാണോ? വിശ്വം അവൻ തന്നെ, ആ ചൈതന്യം തന്നെ. വിശ്വം ച യത് എന്ന് പറയുമ്പോൾ യത് എന്ന് പറഞ്ഞാൽ യാതൊന്ന്. ഈ വിശ്വം യാതൊരുവനാണോ? യാതൊന്ന് തന്നെയാണോ? ഏതൊരു ഭഗവാൻ തന്നെയാണോ ഈ വിശ്വം? ഇനി തദ് മഹത്, ആ മഹത്തായ വസ്തു. ആ മഹത്തായ വസ്തുവാണ് ഭഗവാൻ. ഋതം എന്നും പറഞ്ഞു. തദ് ഋതം. ഋതം എന്നാൽ സത്യം. അപ്പൊ ഈ ഋതമായ വിശ്വം, ആ മഹത്തായ ഈശ്വരൻ തന്നെ, ചൈതന്യം തന്നെ, ആ സുപർണൻ തന്നെ. അവനെ ശരണം പ്രാപിക്കൂ. അപ്പൊ എല്ലാം എല്ലാം അവനാണെന്ന് കാണൂ. അവന് ആദിയും അന്തവും മധ്യവും ഇല്ല. അവന് സ്വകീയ പരകീയ അന്തരബാഹ്യഭാവങ്ങളൊന്നും ഇല്ല. വിശ്വത്തിനിതെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം അവൻ തന്നെയാണ്. വിശ്വമേ അവൻ തന്നെയാണ്. വിശ്വത്തിന്റെ സത്യത്വം അവൻ തന്നെയാണ്. വിശ്വം മൃതമായിരിക്കുന്നത് അവനിലാണ്. മാല സത്യമായിരിക്കുന്നത് സ്വർണം സത്യമായതുകൊണ്ടാണ്. വസ്ത്രം സത്യമായിരിക്കുന്നത് നൂല് സത്യമായതുകൊണ്ടാണ്. എന്നതുപോലെ ഈ ജഗത്തിന് വല്ല സത്യത്വം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സത്യസ്യ സത്യം, ഈ സത്യത്തിന്റെ സത്യമായിരിക്കുന്ന അവനാണ്. ഋതം സ്വവിശ്വകായ പുരുഹൂതൈഷഃ സത്യസ്വയം ജ്യോതിരജഃ പുരാണഃ ദത്തേസ്യ ജന്മാദ്യജയാത്മശക്ത്യാ താം വിദ്യയോധസ്യ നിരീഹ ആസ്തേ. സ്വവിശ്വകായ പുരുഹൂതൈഷഃ സത്യസ്വയം ജ്യോതി അജഃ പുരാണഃ
ദത്തേസ്യ ജന്മാദ്യജയാത്മശക്ത്യ താ വിദ്യയോദസ്യ നിരീഹ ആസ്തേ. ആ ഈശ്വരനെ തന്നെയാണ്, ആ ജഗത് കാരണമായിരിക്കുന്ന പരബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ ധ്യാനിക്കുന്നത്, സ്തുതിക്കുന്നത്, നമുക്ക് ഉപദേശിക്കുന്നത്, നമുക്കും അനുസന്ധാനം ചെയ്യാൻ, സേവിക്കാൻ പറഞ്ഞു തരികയാണ്. സഹ വിശ്വകായ, അവൻ വിശ്വകായനാണ് എന്ന് വെച്ചാൽ വിശ്വമാകുന്ന ശരീരത്തോട് കൂടിയവൻ. കായം എന്നാൽ ശരീരം. അപ്പൊ വിശ്വരൂപനാണവൻ, വിരാട് രൂപനാണവൻ. ഈ വിശ്വം അവന്റെ കായമാകുന്നു. വിശ്വം യസ്യ കായഃ സഹ വിശ്വകായഃ. പുരുഭൂതഃ, പുരുഹൂതഃ എന്ന് പറഞ്ഞാൽ പുരുവായി ആഹ്വാനം ചെയ്യപ്പെടുന്നവൻ, പല പേരിൽ വിളിക്കപ്പെടുന്നവൻ എന്നർത്ഥം. പുരു എന്ന് പറഞ്ഞാൽ ബഹു എന്നാണ്. ഹൂതഃ എന്നുള്ളത് ആഹൂതഃ, വിളിക്കപ്പെടുന്നവൻ. ഇനി പുരുഹൂതഃ എന്നുള്ളതിന് മറ്റൊരർത്ഥം കൂടി, നന്നായി ധാരാളമായി പൂജിക്കപ്പെടുന്നവൻ എന്നും അർത്ഥമുണ്ട്. ഹൂതൻ എന്ന് പറയുമ്പോൾ ഹോമിക്കപ്പെടുന്നവൻ, യജ്ഞങ്ങളിലൂടെ ആരാധിക്കപ്പെടുന്നവൻ എന്നും അർത്ഥമെടുക്കാം. പക്ഷെ ഇവിടെ മുഖ്യ അർത്ഥം പല പേരുകളിൽ വിളിക്കപ്പെടുന്നവൻ. ബഹുഭൂതഃ. ഈശഃ, അവൻ ഈശ്വരാണ്. ഈശ്വരൻ എന്നാൽ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ. സഹ ഈശഃ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ. അവൻ അറിയാതെ ഇവിടെ അവന്റെ അനുവാദം കൂടാതെ, അവന്റെ അനുഗ്രഹമില്ലാതെ ഒരു പുൽക്കൊടി പോലും ഇവിടെ അനങ്ങുന്നില്ല. കാറ്റ് വീശുന്നതും സൂര്യൻ ഉദിക്കുന്നതും അഗ്നി ജ്വലിക്കുന്നതും യമൻ ഓടി നടന്ന് പണിയെടുക്കുന്നതുമൊക്കെ അവനെ ഭയപ്പെട്ടിട്ടാണ്. അവൻ നല്ല ഭരണകർത്താവാണ്. ഈശഃ. സത്യഃ, അവൻ മൂന്ന് കാലത്തും നശിക്കാത്ത സത്യസ്വരൂപനാകുന്നു. ത്രികാല അബാധിത വസ്തു, അതാണ് സത്യഃ. അവൻ എല്ലാ കാലത്തും ഉള്ളതാണ്. സ്വയം ജ്യോതിഹി, അവന് ആരുടെയും സഹായം വേണ്ട, സ്വന്തം കാലിൽ നിൽക്കുന്നവനാ, സ്വയം പ്രകാശിക്കുന്നവനാ. സ്വയം ജ്യോതിഹി, സ്വയം പ്രകാശസ്വരൂപനാണ്, സ്വതവയെ പ്രകാശിക്കുന്നവനാണ്. അവന്റെ പ്രകാശമാണ് ഈ ലോകത്തിന്റെ മുഴുവൻ പ്രകാശം. ഇനി അജഹ, അജഹ ജനനരഹിതഃ, ജനനമില്ലാത്തവനാണ്. കാരണം ഉള്ളവന് ജനിക്കേണ്ട കാര്യം ഇല്ല, എന്നുമുള്ളവനാണ്. അപ്പോൾ അജഹ. പുരാണഃ, ഏറ്റവും ആദിയിലുണ്ടായിരുന്നവനാണ്, എല്ലായ്പ്പോഴും ഉള്ളവനാണ്, മുമ്പേ ഉള്ളവനാണ് പുരാണഃ. അങ്ങനെയുള്ള അവൻ എന്ത് ചെയ്യുന്നു? ദത്തേ അസ്യ ജന്മാദി അജയ ആത്മശക്ത്യ, അസ്യ ജഗതഃ, ഈ ജഗത്തിന്റെ ജന്മാദ്യസ്യ യഥോന്വയാദിതരതശ്ച, അല്ലെ, അർത്ഥേഷു അഭിജ്ഞസ്വരാട് എന്ന് പറയുന്ന ജന്മാദ്യസ്യ യഥ, അത് തന്നെയാണ് അസ്യ ജന്മാദി ദത്തേ. ഈ പ്രപഞ്ചത്തിന്റെ ജന്മ ആദി, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ദത്തേ, ദത്തേ ധരിക്കുന്നു, ചെയ്യുന്നു എന്നൊക്കെ അർത്ഥം. എങ്ങനെ? അജയ ആത്മശക്തിയ, ആത്മശക്തിയ അജയ ദത്തേ, തന്റെ തന്നെ ശക്തിയായ അജയെ കൊണ്ട്, മായയെ കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നു. അപ്പൊ ആരാണോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ തന്റെ തന്നെ മായാശക്തി കൊണ്ട് നിർവഹിക്കുന്നത്, ദത്തേസ്യ ജന്മാദി അജയാത്മശക്തിയ താം വിദ്യയാ ഉദസ്യ നിരീഹ ആസ്തേ. താം എന്ന് പറഞ്ഞാലോ ഇവിടെ സ്ത്രീലിംഗമാണ്. അപ്പോ അവളെ, അതിനെ, സ്ത്രീയെ. ആരാ അവിടെ സ്ത്രീ? അവിടെ മുമ്പ് പറഞ്ഞ അജാ എന്ന് പറഞ്ഞ മായ. അപ്പൊ ആ മായയെ വിദ്യയാ ഉദസ്യ, വിദ്യ കൊണ്ട് തിരസ്കരിച്ച്, വിദ്യ കൊണ്ട് നീക്കിക്കളഞ്ഞ്, നിരീഹ ആസ്തെ, ഒരു ഈഹയുമില്ലാതെ, ഒരു പ്രവൃത്തിയുമില്ലാതെ മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാലോ, അവൻ തന്നെ തന്റെ തന്നെ ആ മായയുടെ അവിദ്യാശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുകയും, ആ എന്താ പറയുക, ആ അവിദ്യയെ, മായയെ വിദ്യ കൊണ്ട് നീക്കിക്കളഞ്ഞ്, വിദ്യ കൊണ്ട് തിരസ്കരിച്ച്, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ എന്നിൽ വെറുതെ ആരോപിതം മാത്രമാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടില്
ഒന്നിന്റെയും കർത്താവല്ലാതെ നിരീഹ ആസ്തി. അപ്പൊ ജഗത്ത് കാണുമ്പോഴാണ് നമ്മൾ അതിന്റെ കർത്തൃത്വം മായ മുഖാന്തരം ഭഗവാനിലേക്ക് കൊടുക്കുന്നത്. സത്യം മനസ്സിലാക്കി കഴിഞ്ഞാലോ ജഗത്ത് കാണാനില്ല. അപ്പൊ മിണ്ടാതിരിക്കുന്ന ഭഗവാനെ കാണാം. മിണ്ടാതിരുന്ന ഭഗവാനിലാണ് നമ്മൾ ജഗത് കർത്തൃത്വം ആരോപിച്ചത്. ആ കർത്തൃത്വം ഭഗവാൻ ഈ ഏറ്റെടുക്കുന്നത് സ്വയം നേരിട്ട് ഏറ്റെടുക്കുന്നില്ല. അതിനൊരു ഏജൻസിയെ ഏറ്റെടുത്തിട്ട് ഏജൻസി മുഖാന്തരമാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത്. ആ ഏജന്റിന്റെ പേരാണ് അവിദ്യാമായ. ആ അവിദ്യാമായയെ വിദ്യാമായ ഉണ്ടാകുമ്പോൾ നമുക്കും തിരസ്കരിക്കാം. ഭഗവാനിൽ ആ വിദ്യാമായയുടെ ലേശം പോലും ഇല്ല. ഭഗവാൻ വിദ്യ കൊണ്ട്, ജ്ഞാനം കൊണ്ട്, പ്രകാശം കൊണ്ട്, ബോധം കൊണ്ട് ആ ഇരുട്ടിനെ തള്ളിക്കളഞ്ഞ് അല്പം പോലും സൃഷ്ടിയുടെ ഭ്രമമില്ലാതെ, നാനാത്വ ഭ്രമമില്ലാതെ ഇപ്പൊ താൻ മാത്രമേ ഉള്ളൂ എന്ന മട്ടില് ഇരിക്കുന്നു. ആ ഇരിപ്പ് നമുക്കും ഇരിക്കാൻ കഴിഞ്ഞാൽ നമ്മളും ഈശ്വര സ്വരൂപികളായി, ബ്രഹ്മവിത്തുക്കളായി. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ. അപ്പൊ അങ്ങനെ ഭഗവാനെ സവിശ്വകായഃ പുരുഹൂത ഈശഃ സത്യസ്വയം ജ്യോതിരജഃ പുരാണഃ ദത്തേസ്യ ജന്മാദ്യജയാത്മശക്ത്യാ താം വിദ്യയോദസ്യ നിരീഹ ആസ്തേ. നിരസ്യ ഉദസ്യ എന്നൊക്കെയുള്ളത് നിരസിച്ചിട്ട്, വലിച്ചെറിഞ്ഞിട്ട്, നീക്കിക്കളഞ്ഞിട്ട് എന്നൊക്കെ അർത്ഥം. അദാഗ്രേ ഋഷയ കർമാണി ഹന്തേ കർമ്മഹേതവേ ഈഹമാനോ ഹി പുരുഷഃ പ്രായോ അനീഹാം പ്രപദ്യത്തെ. അദാഗ്രേ ഋഷയ കർമാണി ഹന്തേ കർമ്മഹേതവേ ഈഹമാനോ ഹി പുരുഷഃ പ്രായോ അനീഹാം പ്രപദ്യത്തെ. അതുകൊണ്ട് അഗ്രേ ആദിയിൽ മുമ്പേ ഋഷയഃ കർമാണി ഹന്തേ ഋഷികൾ, ദീർഘദർശികൾ കർമ്മങ്ങളെ ചെയ്യുന്നു. എന്തിനായിക്കൊണ്ട്? അകർമ്മഹേതവേ അകർമാവസ്ഥയെ പ്രാപിക്കാനായിക്കൊണ്ട്, നൈഷ്കർമ്മ്യ സിദ്ധിക്കായിക്കൊണ്ട് ആദ്യം കർമ്മം ചെയ്യുന്നു. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ നച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി എന്നറിഞ്ഞുകൊണ്ട് ഋഷികൾ എന്ന് പറയുമ്പോൾ അവര് പ്രജാപതികൾ എല്ലാവരും ജനിക്കുമ്പോൾ വാസന ഭാവങ്ങളോടുകൂടി, അജ്ഞാനത്തോടുകൂടി ഒക്കെ ജനിച്ചിരിക്കുന്നു. ആ അജ്ഞാനത്തെയും വാസനയെയും നശിപ്പിക്കാനായിക്കൊണ്ട്, അന്ധകരണ ശുദ്ധി ഉണ്ടാവാനായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ആദ്യം കർമ്മങ്ങളെ ചെയ്യുന്നു. എന്തിനായിക്കൊണ്ട്? അകർമ്മ ഭാവത്തെ പ്രാപിക്കാൻ. അകർമ്മഹേതവേ. ഇപ്പൊ ലക്ഷ്യം കർമ്മരഹിതമായ ഒരവസ്ഥയാണ്. പക്ഷെ ഇപ്പോ കർമ്മം ചെയ്യുന്നു. നമുക്ക് വിശ്രമിക്കാൻ കഴിയണമെങ്കിൽ ചെയ്യാനുള്ള കർത്തവ്യ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലേ വിശ്രമിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അജിറ്റേറ്റഡായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ശാന്തി വേണമെങ്കിൽ മനസ്സ് അടങ്ങണം. മനസ്സടങ്ങണമെങ്കിലോ ചെയ്യാനുള്ള കർത്തവ്യങ്ങളൊക്കെ ചെയ്താൽ സമാധാനമായിട്ട് ഇരിക്കാം. അതുപോലെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ വാസനകളെ ക്ഷയിപ്പിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ആദ്യത്തെ കർമ്മങ്ങള് ചെയ്യുന്നു. അതാണ് അഗ്രേ. അഗ്രേ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രവൃത്തിധർമ്മം അനുഷ്ഠിക്കുന്നു. എന്തിന്? നിവൃത്തിയിലേക്ക് ഉയരുവാനായിക്കൊണ്ട്. അത് അഗ്രേ ഋഷയഃ കർമാണി ഈഹന്തേ കർമ്മങ്ങളെ ചെയ്യുന്നു. അകർമ്മഹേതവേ അകർമ്മമാണ് അവരുടെ ലക്ഷ്യം. അകർമ്മം പ്രാപിക്കാൻ ലക്ഷീകരിച്ചുകൊണ്ട്. ഈഹമാനോ ഹി പുരുഷഃ പ്രായോ അനീഹാം പ്രപദ്യതേ. അങ്ങനെ ഈഹമാനഃ പുരുഷഃ, ഈഹമാനഃ കർമ്മങ്ങൾ ചെയ്യുന്നവൻ, പ്രവർത്തിക്കുന്നവൻ. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നവനായ പുരുഷൻ പ്രായഃ അനീഹാം പ്രപദ്യതേ. പ്രായഃ പ്രായേണ വിവേകപൂർവം തന്റെ കർമ്മങ്ങളെയൊക്കെ ചെയ്താൽ അനീഹാം പ്രപദ്യതേ. അനീഹ എന്ന് പറഞ്ഞാൽ ഈഹാരഹിത അവസ്ഥ.
കർമ്മങ്ങളില്ലാത്ത അവസ്ഥ നൈഷ്കർമ്മ്യം. പ്രബദ്ധ്യതയെ പ്രാപിക്കുന്നു. നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ. ആ പുരുഷ നൈഷ്കർമ്മ്യമസ്നുതേ, നൈഷ്കർമ്മ്യത്തെ അനുഭവിക്കുന്നു. കർമ്മരഹിതമായ ആ ഒരു അവസ്ഥയെ പ്രാപിക്കുന്നു. അപ്പോ എല്ലാവരും, വിവേകികളായിട്ടുള്ളവരെല്ലാവരും തങ്ങളുടെ ജന്മകാരണം തന്നെ പ്രാരബ്ധമാണ്, അവിദ്യയാണ്, കർമ്മവാസനകളാണ് എന്നറിഞ്ഞുകൊണ്ട് അത് എത്രത്തോളം ഉണ്ടോ ഉള്ളതിനെ ദഹിപ്പിച്ചു കളയാനായിക്കൊണ്ടുള്ള പ്രയത്നം ചെയ്യുന്നു. ഉള്ളിലുള്ള വാസനാ ഇന്ധനങ്ങൾ പൂർണ്ണമായി ദഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാകുന്ന അഗ്നിജ്വാലകൾ പ്രകാശിക്കുകയില്ല, അജിറ്റേഷൻ ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് നമുക്ക് ശാന്തരായി സ്വസ്ഥരായി കർമ്മമില്ലാതെ ഇരിക്കാൻ കഴിയും. അതാണ് ആ പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങളുടെ രഹസ്യത്തെ 14-ാം ശ്ലോകത്തില് പറഞ്ഞു. തദാഗ്രേ ഋഷയ കർമാണി ഹന്തേ അകർമ്മഹേതവേ ഈഹമാനോ ഹി പുരുഷഃ പ്രായോ അനീഹാം പ്രപദ്യത്തെ ഈഹതേ ഭഗവാൻ ഈശോ നഹി തത്ര വിഷജ്ജതേ ആത്മലാഭേന പൂർണാർത്ഥോ നവസീദന്തി യേനുതം. ഈഹതേ ഭഗവാൻ ഈശോ നഹി തത്ര വിഷജ്ജതേ ആത്മലാഭേന പൂർണാർത്ഥോ നവസീദന്തി യേനുതം. ഭഗവാൻ ഗീതയിൽ പറയുന്ന പോലെ നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. ഭഗവാന് 3 ലോകത്തും ഒന്നും നേടാനോ നേടാത്തതായിട്ടോ നേടാനുള്ളതായിട്ടോ ഒരു അജണ്ടയുമില്ല, എന്നാലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത് തന്നെ ഇവിടെ പറയുന്നത് ഈഹതേ ഭഗവാൻ ഈശഃ നഹി തത്ര വിഷജ്ജതേ. ഭഗവാൻ ഈശഃ, ആ ഭഗവാൻ സർവനിയന്താവായിരിക്കുന്ന ഭഗവാൻ, ഈഹതേ ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നഹി തത്ര വിഷജ്ജത, അതിൽ യാതൊരു സംഘവുമില്ല ഭഗവാന്. കാരണം ആത്മലാഭേന പൂർണാർത്ഥ, ഭഗവാൻ ആത്മലാഭേന പൂർണാർത്ഥനാണ്. ആത്മാവിനെ ലഭിച്ചവനാണെന്നാൽ ആത്മജ്ഞാനം നേടി. ആത്മജ്ഞാനം ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് അകലുന്നില്ല. എപ്പോഴും ആത്മബോധത്തോടുകൂടിയാണ്. താൻ പൂർണ്ണനാണ്. അതാണ് പൂർണ്ണാർത്ഥ. എല്ലാ അർത്ഥങ്ങളും പൂർണ്ണനായിരിക്കുന്നവൻ, സർവപുരുഷാർത്ഥങ്ങളും നേടിയവൻ. അങ്ങനെയുള്ള ഭഗവാൻ, അതുകൊണ്ടാണ് ന വിഷജ്ജത. അദ്ദേഹത്തിന് കർമ്മങ്ങളിൽ യാതൊരു ഭോക്തൃത്വഭാവവുമില്ല, കർത്തൃത്വവുമില്ല, ഭോക്തൃത്വവുമില്ല. തന്റെ ലീലയായി ചെയ്യുന്നു. എങ്ങനെയാണോ ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ കയ്യോ കാലോ ഒക്കെ അനങ്ങുന്നതോ അടുത്തുള്ള ഒരാളെ ചവിട്ടുന്നതോ ഇടിക്കുന്നതോ അതിലൊന്നും ആ ഉറങ്ങുന്ന ആൾക്ക് കർത്തൃത്വമില്ല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് അയാൾ ഉണർന്നാ പറയുള്ളൂ. അയാൾ അറിയാതെ അതിൽ കർത്തൃത്വമില്ലാതെ ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഉറങ്ങുമ്പോഴേ അത് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഭഗവാൻ ഉണർന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമ്പോഴും താനൊന്നും ചെയ്യുന്നില്ല. തനിക്കതിന്റെ ഫലം ആവശ്യവും ഇല്ല. താൻ ഏത് കർമ്മം ചെയ്താലും അതിന്റെ ഭോക്തൃഭാവം ഭഗവാനിൽ ഇല്ല. കാരണം ഓൾറെഡി പൂർണ്ണാർത്ഥനാണ്, നിറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ എന്തിനെയാണ് ഭുജിക്കേണ്ടത്? എന്തിന്റെ കുറവാണുള്ളത്? അനവാപ്തം അവാപ്തവ്യം, ഒന്നും പ്രാപിക്കാനില്ല, ഭുജിക്കാനില്ല. അപ്പോ ഏ അനുതം ന അവസീതന്തി, ആരാണോ അവനെ അനുസരിക്കുന്നത്, അവന്റെ പുറകെ പോകുന്നത്, അവന് ചെയ്യുന്നത് പോലെ ചെയ്യുന്നത്, ഭഗവാൻ ചെയ്യുന്നത് പോലെ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുന നീയും ഇതുപോലെ ചെയ്യ എന്ന്. നീയും കർത്തൃത്വ ഭോക്തൃത്വമില്ലാതെ നിന്റെ കർമ്മങ്ങളെ ചെയ്യ, എങ്കിൽ നിനക്കും കർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടാം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ഏ അനുതം, ഏ യാവരാണോ അനു അവനെ അനുസരിക്കുന്നത്, തം അനു അവന്റെ പുറകെ അവനെ അനുകരിക്കുന്നത്, ന അവസീതന്തി അവര് തളരുന്നില്ല, അവർക്ക് ദുഃഖമുണ്ടാകുന്നില്ല, അവർക്ക് കർമ്മബന്ധം സംഭവിക്കുന്നില്ല എന്നൊക്കെ. അപ്പൊ ഭഗവാനെ പോലെ
എന്താ പറയുക, സ്വതന്ത്രരായി നമ്മുടെ കഴിവുകളെ ലോക നന്മയ്ക്കായിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുക. നമ്മൾ പ്രത്യേകിച്ച് അജണ്ടകളൊന്നുമില്ലാതെ ജീവിക്കുക. രാഗദ്വേഷങ്ങളില്ലാതെ എനിക്കിന്നത് കിട്ടണമെന്നുള്ള ഭോക്തൃത്വ ബുദ്ധിയില്ലാതെ ഞാൻ ചെയ്യുന്നു എന്നുള്ള തീവ്രമായ കർത്തൃത്വഭാവവുമില്ലാതെ ഞാൻ വെറും ഒരു ഉപകരണം, നിമിത്തമാത്രം. എന്നെ സൃഷ്ടിച്ചത്, എന്റെ ദേഹം എല്ലാം ഈശ്വരന് സ്വന്തം. ഞാനാര്? ഞാനെന്നത് മിഥ്യാഭിമാനം മാത്രമാണ്, തെറ്റിദ്ധാരണയാണ്. ആ ഞാനിനെ അങ്ങോട്ട് എടുത്തു കളയുക. ഞാനിനെ കളഞ്ഞ് ഭഗവാനേ ഉള്ളൂ, എല്ലാം ഭഗവാന്റെ എന്ന് ഭഗവാനെ അനുസരിച്ചാൽ മുക്തരായിത്തീരുന്നു. നാവസീതന്തി ഏനുതം. ആരാണോ അവനെ അനുസരിക്കുന്നത് അവർ തളരുന്നില്ല, അവർ ദുഃഖിക്കുന്നില്ല, അവർ സ്വതന്ത്രരായിത്തീരുന്നു. തമേഹമാനം നിരഹംകൃതം ബുധം നിരാശിഷം പൂർണ്ണമനന്യചോദിതം നൃൻ ശിക്ഷയന്തം നിജപത്മസംസ്ഥിതം പ്രഭും പ്രപദ്യേകില ധർമ്മഭാവനം. തമീഹമാനം നിരഹംകൃതം ബുധം നിരാശിഷം പൂർണ്ണമനന്യചോദിതം നൃൻ ശിക്ഷയന്തം നിജപത്മസംസ്ഥിതം പ്രഭും പ്രപദ്യേകില ധർമ്മഭാവനം. തം പ്രഭും പ്രപദ്യേ, ഇതാണ് ഈ ശ്ലോകത്തിലെ പ്രാർത്ഥന. അല്ലെങ്കിൽ ഞാൻ ആ പ്രഭുവിനെ ശരണം പ്രാപിക്കുന്നു. ഐ സറണ്ടർ മൈസെൽഫ് അൺടു ഹിം. പ്രഭും പ്രപദ്യേ, ആ സർവശക്തനിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു, ഞാൻ ശരണം പ്രാപിക്കുന്നു, ഞാൻ പ്രപന്നനാകുന്നു. പ്രകർഷേണ ഞാൻ അവിടെ പതിക്കുകയാണ്. പ്രപന്നൻ എന്ന് പറഞ്ഞാൽ അവനെ പ്രാപിക്കുന്നു, അവനിലേക്ക് പതിക്കുന്നു, അവനുമായി ഐക്യം പ്രാപിക്കുന്നു. എന്റെ ഇൻഡിവിജ്വാലിറ്റിയെ ഞാൻ ഉപേക്ഷിക്കുന്നു. അതാണ് പ്രപത്തി, ശരണാഗതി. അപ്പോ തം പ്രഭും പ്രപദ്യേ. അപ്പോ ആ പ്രഭു എങ്ങനെയുള്ളവനാണ് എന്നുള്ളതാണ് ഓരോ പദങ്ങളും. ഈഹമാനം നിരഹംകൃതം ബുധം നിരാശിഷം പൂർണ്ണം അനന്യചോദിതം നൃൻ ശിക്ഷയന്തം നിജപത്മ സംസ്ഥിതം അഖിലധർമ്മഭാവനം തം പ്രഭും അഹം പ്രപദ്യേ. അപ്പൊ ഈഹമാനം എന്ന് പറഞ്ഞാൽ പലതരത്തില് പ്രവൃത്തി ചെയ്യുന്നവൻ ഭഗവാൻ, പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരാദികളെ നടത്തിക്കൊണ്ടിരിക്കുന്നവൻ, രാമകൃഷ്ണാദി അവതാരങ്ങളെടുത്ത് ലീലയാടുന്നവൻ എന്നൊക്കെ അർത്ഥത്തിൽ ഈഹമാനൻ. അപ്പൊ അവനാണ് എല്ലാം ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്. അവന്റെ ഇഷ്ടത്തിന് ചലിക്കാനുള്ള ഒരു പാവ മാത്രമാണ് ഞാൻ. അവനാണ് എന്നെ ചലിപ്പിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ശക്തിയൊന്നും ഇല്ല. ഈ ലോകമാകുന്ന പാവക്കൂത്തിന്റെ നിയന്താവ് പുലവൻ അവനാണ്. അവൻ തന്നെയാണ് കഥ പറയുന്നതും അവൻ തന്നെയാണ് കളിപ്പിക്കുന്നതും. ഞാൻ അവന്റെ കയ്യിലെ ഒരു തോൽപ്പാവ അല്ലെങ്കിൽ മരപ്പാവ. അപ്പോ ഈഹമാനം നിജപത്മസംസ്ഥിതം. നിജപത്മസംസ്ഥിതം തന്റെ തന്നെ മാർഗത്തിൽ ഉറച്ചിരിക്കുന്നവൻ. ഭഗവാന്റെ മാർഗം ധർമ്മമാർഗം. അപ്പോൾ ധർമ്മമാർഗത്തിൽ ഉറച്ചിരിക്കുന്നവനും അല്ലെങ്കിൽ തന്റെ സ്വരൂപത്തിൽ ഉറച്ചിരിക്കുന്നവൻ എന്നും അർത്ഥം. ആത്മസ്വരൂപത്തിൽ ഉറച്ചിരിക്കുന്നവനും നിരഹംകൃതം അഹങ്കാരരഹിതനായിരിക്കുന്നവനും ഈശ്വരനിൽ അല്പം പോലും കർത്തൃത്വ ഭോക്തൃത്വാദി അഭിമാനങ്ങളൊന്നും ഇല്ല. ബുധം ബോധമുള്ളവൻ, ജ്ഞാനമുള്ളവൻ, സർവജ്ഞൻ, എല്ലാം അറിയുന്നവൻ. അപ്പൊ ബുധം ജ്ഞാനിയായിരിക്കുന്നവനും നിരാശിഷം യാതൊരു ആശിസ്സുകൾ അഥവാ ആഗ്രഹങ്ങൾ ഇല്ലാത്തവനും. ഒന്നിനും ആഗ്രഹമില്ല, കാരണം പൂർണ്ണകാമനാണ്.
നിരാശിഷം പൂർണ്ണം, സ്വയം പരിപൂർണനാണ്, ഒരു കുറവുമില്ല, അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾക്ക് സ്ഥാനമില്ല. അനന്യചോദിതം, വേറൊരാൾ മൂപ്പരുടെ പുറകിൽ ചാട്ടവാറുമായിട്ട് പ്രേരിപ്പിക്കാനൊന്നുമില്ല, ആരെങ്കിലും പേടിക്കേണ്ടതായിട്ടില്ല. അവനെ ഈശിക്കാൻ വേറൊരാളില്ല, അവൻ അനീശനാണ്, അനീശ്വരനാണ്, അവന് ബോസ് ഇല്ല, ഫ്രീ ആണ്, സ്വതന്ത്രമായി തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അനന്യചോദിതം, അന്യചോദിതനല്ല. അതുപോലെ അഖില ധർമ്മഭാവനം, സകല ധർമ്മങ്ങളെയും പരിപാലിക്കുന്നവൻ, ഈ ലോക വ്യവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യുന്നവൻ ആയിട്ടുള്ള തം പ്രഭും. അതുപോലെ നൃൻ ശിക്ഷയന്തം, നൃൻ നരന്മാരെ, മനുഷ്യരെ, ജ്ഞാനമുള്ളവരെ, ശിക്ഷയന്തം വേണ്ടത് ഉപദേശിച്ച് അഭ്യസിപ്പിക്കുന്ന ഗുരുഭാവത്തില് ജഗദ്ഗുരുവായി ലോകത്തെ മുഴുവൻ വേദങ്ങളിലൂടെ ധർമ്മോപദേശങ്ങളിലൂടെ നടത്തുന്നവനും അഭ്യസിപ്പിക്കുന്നവനും. നൃൻ ശിക്ഷയന്തം തം പ്രഭും, ആ സർവശക്തനെ അഹം പ്രപദ്യേ, ഞാൻ ശരണം പ്രാപിക്കുന്നു. അപ്പൊ ഇത് എപ്പോഴും നമുക്കൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള, നമ്മുടെ അഹങ്കാരമില്ലാതായിക്കൊണ്ട് നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള ആ ഒരു ജ്ഞാനം നൽകുന്ന, ബോധം നൽകുന്ന ശ്ലോകങ്ങളാണ്. ഇതിലൂടെ ഇതിങ്ങനെ ധ്യാനിച്ചതിന്റെ അർത്ഥഭാവനയോടുകൂടി ദിവസവും ചൊല്ലി നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അഹങ്കാരമില്ലാതെ, അഭിമാനമില്ലാതെ ഭഗവാന്റെ പൂജയായി മാറും നമ്മുടെ ജീവിതം. തമേഹമാനം നിരഹംകൃതം ബുധം നിരാശിഷം പൂർണ്ണം അനന്യചോദിതം നൃൻ ശിക്ഷയന്തം നിജപത്മസംസ്ഥിതം പ്രഭും പ്രപദ്യേഖിലധർമ്മഭാവനം. ഇങ്ങനെ ആ സ്വയംഭുവ മനുവിന്റെ ഭഗവത് സ്തുതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുസന്ധാനം, ആ വാക്യങ്ങൾ 8 ശ്ലോകങ്ങൾ കണ്ടു. തുടർന്ന് ശ്രീശുക ഉവാച ഇതി മന്ത്രോപനിഷദം വ്യാഹരന്തം സമാഹിതം ദൃഷ്ട്വാ സുരായാദുദാനാഃ ജഗ്ദും അഭ്യദ്രവൻ ക്ഷുധാ. ശ്രീശുക ഉവാച ഇതി മന്ത്രോപനിഷദം വ്യാഹരന്തം സമാഹിതം ദൃഷ്ട്വാ സുരായാദുദാനാഃ ജഗ്ദും അഭ്യദ്രവൻ ക്ഷുധാ. സുഖബ്രഹ്മർഷി കഥ തുടരുന്നു. ഇങ്ങനെ ഇതി മന്ത്രോപനിഷദം വ്യാഹരന്തം, മന്ത്രോപനിഷദം ഈ മനനം ചെയ്യുന്ന ഉപനിഷത് സമാനമായ വാക്യങ്ങളെ വ്യാഹരന്തം, വ്യാഹരിക്കുന്നവൻ, പറയുന്നവൻ, ചൊല്ലുന്നവൻ, അനുസന്ധാനം ചെയ്യുന്നവൻ. സമാഹിതം, സമാഹിതം നല്ല അടക്കത്തോടെ തപസ്സനുഷ്ഠിക്കുന്നവൻ, സമാധി അഭ്യസിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. അങ്ങനെ സമാധി അഭ്യസിക്കുന്നവനായിരിക്കുന്ന ആ മനുവിനെ, സ്വയംഭുവ മനുവിനെ ദൃഷ്ട്വാ കണ്ടിട്ട് അസുരായ അതുദാനാഹ, അസുരന്മാര്, അതുപോലെ യാതുദാനന്മാര്, രാക്ഷസന്മാര്. അപ്പൊ അസുരന്മാരും രാക്ഷസന്മാരും ജഗ്ദും അഭ്യദ്രവൻ ക്ഷുധാ, ക്ഷുധാ വിശപ്പുകൊണ്ട്, ജഗ്ദും ഭക്ഷിക്കുവാനായിക്കൊണ്ട്, അഭ്യദ്രവൻ അദ്ദേഹത്തിന്റെ നേർക്ക് അഭിദ്രവിച്ചു എന്ന പാഞ്ഞു വന്നു. ഈ സ്വയംഭുവ മനുവിനെ ഭക്ഷിക്കുവാനായിക്കൊണ്ട് വിശപ്പേറിയ അസുരന്മാരും രാക്ഷസന്മാരും അദ്ദേഹത്തിന്റെ നേർക്ക് പാഞ്ഞു വന്നു. അപ്പോഴാണ് താൻ തഥാവസിതാൻ വീക്ഷ്യ യജ്ഞഃ സർവഗതോ ഹരിഃ യാമൈഃ പരിവൃതോ ദേവൈഃ ഹത്വാ ശാസത്രിവിഷ്ടപം. താംസ്തദാവസിതാൻ വീക്ഷ്യ യജ്ഞഃ സർവഗതോ ഹരിഃ യാമൈഃ പരിവൃതോ ദേവൈഃ ഹത്വാ ശാസത്രിവിഷ്ടപം. അങ്ങനെ താൻ തദാവസിതാൻ വീക്ഷ്യ, തദാവസിതാൻ അങ്ങനെ നിശ്ചയത്തോടുകൂടി, വ്യവസായം, നിശ്ചയം, അതിന്റെ മറ്റൊരു രൂപം തന്നെ അവസിതം. അപ്പൊ അവസിതാൻ നിശ്ചിതാൻ, താൻ നിശ്ചിതാൻ ദൃഷ്ടുവ, വീക്ഷ്യ കണ്ടിട്ട്, സർവഗതഃ ഹരിഃ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനാണ് ഹരി. ഈ സ്വയംഭൂമനുവിന്റെ സ്തുതിയിൽ തന്നെ അത് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ഹരി
ഇവിടെ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട്. സ്വയംഭൂ മനുവിന്റെ വളർത്തുപുത്രനായി എന്താ പറയുക, അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോ അദ്ദേഹം എവിടുന്നറിയില്ല. എന്തായാലും അച്ഛനും അമ്മയും കൂടിയിട്ട് തപസ്സനുഷ്ഠിക്കുമ്പോൾ തന്റെ പിതാവിനെ യാതുദാനന്മാര് അസുരന്മാര് ഭക്ഷിക്കാൻ വരുന്നു എന്നറിഞ്ഞ് സർവഗതനായ ഹരി എല്ലാം അറിയും, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനായതുകൊണ്ട് എങ്കിലും ഒരു പ്രത്യേക മൂർത്തിയെ ധരിച്ചിട്ടുണ്ട്, യജ്ഞൻ എന്ന മൂർത്തി. അദ്ദേഹം യജ്ഞൻ യാമൈഹി ദേവൈഹി പരിവൃത, യാമന്മാരെന്നറിയപ്പെടുന്ന ദേവന്മാരോടുകൂടി സേവിതനായിക്കൊണ്ട് പരിവൃതനായിക്കൊണ്ട് ആ അസുരാദികളെ ഹത്വാ ത്രിവിഷ്ടപം അശാസത, ഹത്വ ഹനിച്ചിട്ട്, അപ്പൊ അസുരന്മാരെ ഹനിച്ച്, ത്രിവിഷ്ടപം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നർത്ഥമാണ്, സ്വർഗലോകത്തെ അശാസത പരിപാലിച്ചു, ശാസനം ചെയ്തു. അപ്പോൾ അവിടെ എന്തുകൊണ്ട് സ്വർഗം അശാസത എന്ന് പറഞ്ഞു വെച്ചാൽ അന്നത്തെ ഇന്ദ്രപദവിയും അദ്ദേഹത്തിന് തന്നെയായിരുന്നു എന്ന് താല്പര്യം. ഈ യജ്ഞൻ എന്ന പേരിലുള്ള സ്വയംഭൂ മനുവിന്റെ വളർത്തുപുത്രനായ ആകൂതി എന്ന അമ്മയുടെ പുത്രനായ ആ ഭഗവാന്റെ അവതാരം തന്നെയാണ് ആ സ്വയംഭൂ മന്വന്തരത്തിലെ ദേവന്മാരുടെ മുഴുവൻ അധിപനായ ഇന്ദ്രൻ. അതുകൊണ്ടാണ് യാമൈഹി ദേവൈഹി പരിവൃത എന്നും കൂടി പറഞ്ഞത്. യാമന്മാരാകുന്ന ദേവന്മാരോട് സേവിതനായി വന്ന് ഈ അസുരന്മാരെ വധിച്ച് ദേവലോകത്തെ പരിപാലിച്ചു എന്ന് പറയുമ്പോൾ ദേവേന്ദ്രനായി വാണു. അപ്പൊ യജ്ഞൻ ഒരേ സമയം ഭഗവാന്റെ അവതാരവുമായിരുന്നു, ഇന്ദ്രപദവിയെ വഹിച്ചിരുന്നു. സ്വയം തന്നെ ഇന്ദ്രനായി ആ ഇന്ദ്രപദവിയെ പരിപാലിച്ചു പോന്നു. സാധാരണ ഇനി മറ്റു മന്വന്തരങ്ങളിലൊക്കെ ഭഗവാന്റെ ഒരു അവതാരം വേറെ, ഇന്ദ്രന്റെ സ്ഥാനത്ത് വേറൊരാള്, ഇന്ദ്രന്റെ ഭഗവാന്റെ തന്നെ അംശമായിട്ട് മറ്റൊരാളെ ഇന്ദ്രനായി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പേരുകൾ വരും മന്വന്തരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയാതെ പറഞ്ഞു ഇന്ദ്രപദവി വഹിക്കുന്നതും യജ്ഞൻ തന്നെയായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെ ആ ഒരു സ്വയംഭൂ മന്വന്തരത്തിനെ, ഭഗവാന്റെ അവതാരത്തെ ഒക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഭാഗം ക്ലോസ് ചെയ്തു. ഇനി അടുത്ത മന്വന്തരത്തിലേക്ക് കടക്കുകയാണ്. 19-ാം ശ്ലോകത്തില് സ്വാരോജിഷോ ദ്വിതീയസ്തു മനുരഗ്നേഹേ സുതോഭവത് ദ്യുമൽ സുഷേണ രോജിഷ്മത് പ്രമുഖാഃ തസ്യ ചാത്മജാഃ തത്രേന്ദ്രോ രോജനസ്ത്വാസീദ ദേവാശ്ച തുഷിതാദയഃ ഊർജസ്തംഭാദയഃ സപ്ത ഋഷയോ ബ്രഹ്മവാദിനഃ ഋഷേസ്തു വേദശിരസഃ തുഷിതാ നാമ പത്ന്യഭൂത് തസ്യാം ജജ്ഞേ തതോ ദേവോ വിഭുരിത്യഭിവിശ്രുതഃ അഷ്ടാശീതി സഹസ്രാണി മുനയോ യേ ധൃതവ്രതാഃ അന്വശിക്ഷൻ വ്രതം തസ്യ കൗമാര ബ്രഹ്മചാരിണഃ. ഈ 4 ശ്ലോകങ്ങളെ കൊണ്ട് രണ്ടാമത്തെ മന്വന്തരം പറഞ്ഞു കഴിഞ്ഞു. സ്വയംഭൂ മന്വന്തരം വളരെ വിശദീകരിച്ച് തൃതീയ സ്കന്ധം മുതൽ പറഞ്ഞു വന്നതാണ്. ഇപ്പൊ അത് കൺക്ലൂഡ് ചെയ്യാൻ അതിൽ യജ്ഞാവതാരത്തിന്റെ ആ താല്പര്യം, മഹത്വം ഒന്നുകൂടെ പറഞ്ഞ് അത് ഉപസംഹരിച്ച ശേഷം സ്വാരോജിഷം എന്നുള്ള രണ്ടാമത്തെ മന്വന്തരത്തെ 19 മുതൽ 22 വരെയുള്ള 4 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു തീർത്തു. അപ്പോ സ്വാരോജിഷഃ ദ്വിതീയഃ തു മനുഃ, സ്വാരോജിഷനായിരുന്നു. സ്വാരോജിഷൻ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നവൻ എന്ന് തന്നെയാണ് വാക്കിന്റെ അർത്ഥം. സ്വസ്യ രോജസാ വർത്തത്തെ ഇതി സ്വാരോജിഷഃ, സ്വന്തം രോജിസ്സുകൊണ്ട് പ്രകാശിക്കുന്നവൻ അവൻ. ദ്വിതീയഃ രണ്ടാമത്തെ മനുഃ, രണ്ടാമത്തെ മനുവായിരുന്നു. അഗ്നേഹേ സുതഃ, അഗ്നിയുടെ പുത്രനായിരുന്നു. അഗ്നേഹേ സുതഃ ദ്വിതീയഃ മനു അഭവത്. അപ്പോ രണ്ടാമത്തെ മനുവായി ഭവിച്ചു ആര്? അഗ്നിപുത്രനായ സ്വാരോജിഷൻ. ഇനി ദ്യുമത് സുഷേണ രോജിഷ്മത് പ്രമുഖാഃ തസ്യച ആത്മജാഃ, തസ്യച ആത്മജാഃ അദ്ദേഹത്തിന്റെ ആത്മജന്മാർ പുത്രന്മാരാകുന്നു
ദ്യുമൽ സുഷേണ രോജിഷ്മത് പ്രമുഖാഹ. 3 പേരെടുത്ത് പറഞ്ഞ് പ്രമുഖാഹ എന്ന് പറഞ്ഞപ്പോൾ അവർ മുഖ്യരായിട്ടുള്ളവർ, അവർ മുതലായിട്ടുള്ളവർ. അപ്പൊ ആദ്യത്തെ 3 പുത്രന്മാരുടെ പേരാണ് ദ്യുമത്ത് എന്ന് പറഞ്ഞാൽ ദ്യുമാൻ എന്നാണ് പുല്ലിംഗ ശബ്ദം. അത് ഒന്നിച്ച് സന്ധിയിൽ ദ്യുമൽ സുഷേണ രോജിഷ്മത് എന്ന് പറഞ്ഞു. അപ്പൊ ദ്യുമാൻ സുഷേണ രോജിഷ്മാൻ ഇങ്ങനെയാണ് പറയേണ്ടത്. ദ്യുമാൻ ഏകഃ, സുഷേണ ദ്വിതീയഃ, രോജിഷ്മാൻ അന്യഃ തൃതീയഃ. തേ പ്രമുഖാഹ യേഷാം. ഇവര് പ്രമുഖന്മാരായിരിക്കുന്നത് ഏത് സമൂഹമോ അവര് ഇദ്ദേഹത്തിന്റെ ആത്മജന്മാരാകുന്നു. ഈ രണ്ടാമത്തെ മനുവിന്റെ ആത്മജന്മാരാകുന്നു. അപ്പൊ അതിൽ മൂത്ത 3 പേരുടെ പേര് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങി മുതലായിട്ട് എറ്റ്സെട്ര എറ്റ്സെട്ര മക്കളുണ്ടായിരുന്നു. അപ്പൊ സ്വാരോജിഷൻ എന്ന മനുവിന് കുറെ പുത്രന്മാരുണ്ടായിരുന്നു. എത്രയെന്ന് കൃത്യം ഇവിടെ പറഞ്ഞില്ല. അത് വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള പുത്രന്മാര് പ്രമുഖൻ എന്താ പറയുക, അവർക്ക് വലിയ പ്രാമുഖ്യമില്ലാത്തതുകൊണ്ട് ഇവർ പ്രമുഖന്മാരുടെ പേര് മാത്രം എടുത്തു പറഞ്ഞു. അപ്പോ മറ്റിടത്ത് നമ്മൾ സ്വയംഭുവന്റെ മക്കളാരൊക്കെയായിരുന്നു? പ്രിയവ്രതനും ഉത്താനപാദനും. അതുപോലെ ഇവിടെ ദ്യുമാൻ സുഷേണൻ രോജിഷ്മാൻ. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു തത്ര ഇന്ദ്രോ രോജനസ്തു ആസീത്. തത്ര എന്ന് പറഞ്ഞാൽ ആ ദ്വിതീയ മന്വന്തരത്തിൽ എന്നർത്ഥം. സ്വാരോജിഷ മന്വന്തരത്തിൽ ഇന്ദ്രഃ രോചനഃ തു ആസീത്. ഇന്ദ്രൻ രോചനൻ ആയിരുന്നു. രോചനൻ എന്ന പേരുള്ള ഒരു ദേവനാണ് ഇന്ദ്രനായിരുന്നത്. അപ്പൊ അദ്ദേഹം ആരാണ് എന്ന് മറ്റു പല പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ യജ്ഞൻ എന്ന ഭഗവാന്റെ അവതാരമില്ലേ, ആ യജ്ഞാവതാരത്തിലെ ഭഗവാന്റെ യജ്ഞന്റെ പുത്രനാണ് ഈ രോചനൻ. യജ്ഞപുത്രനായ രോചനൻ അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനായി തീർന്നു. അല്ലെ, ഒരു അവകാശിയെ പോലെ അടുത്ത മന്വന്തരത്തിൽ രോചനൻ ഇന്ദ്രനായി തീർന്നു. അപ്പൊ തത്ര ഇന്ദ്രോ രോചനസ്ത്വാസീത്. ഇനി ദേവാശ്ച തുഷിതാദയ. അവിടെ ദേവന്മാര് തുഷിതൻ മുതലായവരായിരുന്നു. അപ്പോ ഓരോ മന്വന്തരത്തിലും പ്രത്യേകം ദേവസമൂഹങ്ങളാണുള്ളത്. എല്ലാ കാലത്തും ദേവന്മാര് ഒരേ ആൾക്കാരല്ല, ഓരോ മന്വന്തരത്തിലും മാറുന്നുണ്ട്. അപ്പൊ തുഷിതാദയ എന്ന് പറഞ്ഞപ്പോ തുഷിതൻ, തോഷൻ, പ്രതോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇദ്മൻ, കവി, വിഭു, സ്വഹ്നൻ, രോചനൻ മുതലായവരാണ്. അപ്പോ മിക്കവാറും അല്ലെ ദ്വാദശ ആദിത്യന്മാർ എന്ന് പറയും. 12 പേരാണ് ദേവന്മാരായിട്ടുണ്ടാവുക. അതിൽ ഒരാൾ ഇന്ദ്രൻ പോയി കഴിഞ്ഞാൽ പിന്നെ തുഷിതൻ, തോഷൻ, പ്രതോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇദ്മൻ, കവി, വിഭു, സ്വഹ്നൻ, രോചനൻ. ഇവിടെ 12 പേരെ വേറെ പറഞ്ഞിട്ടുണ്ട്. 12 പേര് ദേവന്മാര്. നമ്മുടെ ചതുർത്ഥ സ്കന്ധത്തിൽ ഇവരുടെ പേരുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. 4-ാം സ്കന്ധത്തില് ഈ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തുഷിതാദയ ദേവാഹ. പിന്നെ ഊർജസ്തംഭാദയ സപ്ത ഋഷയ ബ്രഹ്മവാദിന. ഊർജസ്തംഭൻ മുതലായവർ. അപ്പോ ഇവിടെ ഊർജൻ, സ്തംഭൻ 2 പേരുകളാണ്. ഊർജൻ എന്നുള്ളത് വസിഷ്ഠന്റെ പുത്രനാണ്. നമ്മൾ വസിഷ്ഠൻ മുതലായവരാണ്. അത്രി, പുലഹൻ, പുലസ്ത്യൻ മുതലായിട്ടുള്ളവരാണ് ആദ്യത്തെ പ്രജാപതിമാര് ഇല്ലേ. അതിൽ 7 പേരാണ് അന്നത്തെ സപ്തർഷികൾ. സ്വയംഭൂ മന്വന്തരത്തിലെ സപ്തർഷികള് അത്രി, വസിഷ്ഠൻ, പുലഹൻ, പുലസ്ത്യൻ മുതലായിട്ടുള്ള 7 പേരാണ്. അപ്പൊ ഇവിടെ അവരുടെ പുത്രന്മാര്, ഊർജൻ എന്നത് വസിഷ്ഠന്റെ പുത്രനാണ്, സ്തംഭൻ എന്നതൊരു കശ്യപ പുത്രനാണ്, പിന്നെ പ്രാണൻ, ബൃഹസ്പതി, ദത്തൻ, അത്രി, ശവനൻ. ഇവര് 7 പേരാണ് രണ്ടാമത്തെ മന്വന്തരത്തിലെ ഋഷികൾ, സപ്തർഷികൾ എന്ന് പറയും. സപ്തർഷികളും മാറിക്കൊണ്ടുവരുന്നവരാണ്. ഓരോ മന്വന്തരത്തിലും സപ്തർഷികൾ 7 പേര് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ മന്വന്തരത്തിലെ സപ്തർഷികൾ ഇവരാണ്. പിന്നെ
ഇവരുടെ പ്രവൃത്തിയാണ് ബ്രഹ്മവാദിനഹ എന്ന് പറഞ്ഞത്. ബ്രഹ്മം വധിക്കലാണ് അവരുടെ പണി. വേദം പറയൽ, വേദം ഉച്ചരിക്കൽ, വേദം ഉപദേശിക്കൽ, ലോകത്തിൽ വേദത്തെ നിലനിർത്തി ഉപദേശിക്കലാണ് ഇവരുടെ പണി. ഈ ഒരു മന്വന്തര കാലം വേദ സംരക്ഷണം സപ്തർഷികളുടെ പണിയാണ്. ഓരോ ചതുർയുഗത്തിലും അവര് അപ്പോഴുള്ള പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾക്ക് വേദം ഉപദേശിക്കുന്നു. അവർ ശിഷ്യപ്രശിഷ്യ പരമ്പരയാ അത് നിലനിർത്തുന്നു. അപ്പൊ കൃതയുഗത്തിലാണ് ഇവർ ഉപദേശിക്കുക. പിന്നെ ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിഞ്ഞ് അടുത്ത കൃതയുഗത്തിൽ വീണ്ടും ഇവരെന്നെ ഉപദേശിക്കും. അങ്ങനെ ഒരു സപ്തർഷി സമൂഹം 71 ചതുർയുഗങ്ങളിൽ, 71 കൃതയുഗങ്ങളിൽ വേദം ഉപദേശിക്കുക എന്നുള്ളതാണ് ഇവരുടെ കർത്തവ്യം. അപ്പൊ ഇതിൽ രണ്ടാമത്തെ മന്വന്തരത്തിൽ ഈ പറഞ്ഞ 7 പേരാണ് സപ്തർഷികള്: ഊർജൻ, സ്തംഭൻ, പ്രാണൻ, ബൃഹസ്പതി, ദത്തൻ, അത്രി, ച്യവനൻ. ഇവരുടെ പേര് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. മറ്റു പല പുരാണങ്ങളിലും ഹരിവംശം മുതലായിട്ടുള്ള മഹാഭാരതത്തിന്റെ എന്താ പറയുക അനെക്സറായിട്ട് ഹരിവംശം വന്ന് ഭഗവാന്റെ ശ്രീകൃഷ്ണ കഥകൾ പറയുന്ന, യാദവ വംശത്തിന്റെയൊക്കെ കഥ പറയുന്ന പുരാണത്തിൽ ഉണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ. അപ്പൊ എന്താ മനസ്സിലായത്? ഒരു മന്വന്തരത്തിൽ ആരൊക്കെ വേണം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തതിൽ ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് പറയുന്നു. ഋഷേസ്തു വേദശിരസഃ തുഷിതാനാമ പത്നി അഭൂത് തസ്യാം ജജ്ഞേ തതോ ദേവോ വിഭുഹു ഇതി അഭിവിശ്രുതഃ. ഇവിടെ 21-ാം ശ്ലോകത്തില് ഭഗവാന്റെ രണ്ടാം മന്വന്തരത്തിലെ സ്വാരോജിഷ മന്വന്തരത്തിലെ ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഭഗവാന്റെ അവതാരം? വിഭുഹു. വിഭു എന്ന പേരില് വിഭുരിതി അഭിവിശ്രുതഃ, നല്ലതുപോലെ എല്ലായിടത്തും വിശ്രുതനായി ഭഗവാൻ അവതരിച്ചു. അതാണ് ആരിൽ ജനിച്ചു എന്നാ പറയുന്നത്? ഋഷേഹേതു വേദശിരസഃ, വേദശിരസ് എന്ന പേരുള്ള ഋഷിക്ക് തുഷിതാനാമ പത്നി അഭൂത്. തുഷിതാവ് എന്ന പേരില് പത്നി ഉണ്ടായിരുന്നു. തുഷിത എന്ന പേരില് പത്നി ഉണ്ടായിരുന്നു. അപ്പൊ വേദശിരസ് എന്ന ഋഷിയുടെ പത്നിയാണ് തുഷിത. തസ്യാം അവളിൽ ജജ്ഞേ ജനിച്ചു ആര്? ദേവഃ ഭഗവാൻ. എന്നിട്ട് ഏത് പേരിൽ? വിഭുഹു ഇതി അഭിവിശ്രുതഃ, വിഭു എന്ന പേരില് പ്രശസ്തനായിട്ട്. അപ്പൊ ഒരു മന്വന്തരത്തില് ആരൊക്കെ വേണം മന്വന്തര പരിപാലനത്തിന് എന്നുള്ളത് ആ ടീം സെറ്റായി അല്ലേ. ഒരു ഫുട്ബോൾ ടീമില് 11 പേര്, ക്രിക്കറ്റ് ടീമിൽ 11 പേര് എന്ന് പറയും പോലെ ഓരോ കളികൾക്കും ഓരോ ഇത്ര പേര് വേണം എന്ന് പറയും പോലെ ഇവിടെ പ്രപഞ്ച പരിപാലനം ഓരോ മന്വന്തരത്തിലും 6 പേരുടെ 6 ഗ്രൂപ്പുകളെ കൊണ്ടാണ്. മന്വന്തര ഷഡ്കം എന്ന് പറയും. ഷഡ്കം എന്ന് പറഞ്ഞാൽ 6 പേരുടെ സമൂഹം. അപ്പൊ അതില് മനുപുത്രന്മാർ, ഇന്ദ്രൻ, ദേവന്മാർ, സപ്തർഷികൾ, ഭഗവാന്റെ ഒരു അവതാരം. ഇതാണ് മന്വന്തര വ്യവസ്ഥ. ഇതിനെ മന്വന്തര ഷഡ്കം എന്ന് പറയും. 6ന്റെ സമൂഹം, 6ന്റെ ഗ്രൂപ്പ്, 6 ഫോൾഡ് ആയിരിക്കുന്ന ഒരു ടീം. 6 വിഭാഗത്തിൽപ്പെട്ടവരുടെയും സാന്നിധ്യമുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ എന്താണ് പാർലമെന്റ്, അതുപോലെ രാജ്യസഭ എന്നൊക്കെ പറഞ്ഞ് പല സിസ്റ്റങ്ങളില്ലേ. അവിടെ പ്രധാനമന്ത്രി, സ്പീക്കർ, രാജ്യസഭ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ് സ്ഥാനങ്ങളുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെയും വ്യവസ്ഥകൾ. എന്താണ് വ്യവസ്ഥ? മനുപുത്രന്മാർ, ഇന്ദ്രൻ, ദേവന്മാർ, സപ്തർഷികൾ, ഭഗവാന്റെ ഒരു അവതാരം. ഇത് 6 ചേർന്നതാണ് ഒരു മന്വന്തര ഷഡ്കം. ഇതെല്ലാ മന്വന്തരത്തിലും കാണാം. പൂർവ്വ സ്വയംഭൂവ മന്വന്തരത്തിൽ ഇന്ദ്രൻ യജ്ഞൻ തന്നെയായിരുന്നു, ഭഗവാന്റെ അവതാരവും യജ്ഞം തന്നെയായിരുന്നു. അപ്പൊ 5 പേരെ കൊണ്ട് കാര്യം ഒപ്പിച്ചു. സ്വയംഭൂവ മന്വന്തരത്തിലെ ഒരാൾ തന്നെ ഡബിൾ റോള്, ഇന്ദ്രന്റെ റോളും അവതാര റോളും വഹിച്ചു. അവിടെ ഭഗവാന്റെ കൂടെയുള്ള ദേവന്മാരെ കുറിച്ച് യാമൈഹി എന്ന പേര് പറഞ്ഞു. യാമന്മാരെന്ന പേരുള്ള ദേവന്മാരോടുകൂടെ അവിടുത്തെ സപ്തർഷികളെ കുറിച്ച് വസിഷ്ഠൻ മുതലായവരായിരുന്നു അവിടുത്തെ സപ്തർഷികൾ.
അവിടെ മനു, സ്വയംഭൂമനു, മനുപുത്രന്മാര് ഉത്താനപാദനും പ്രിയവ്രതനും. ഇങ്ങനെ സ്വയംഭൂ മന്വന്തരത്തില് 5 പേരെ കൊണ്ട് 6 പേരുടെ ഗ്യാപ്പ് നിറച്ചു. ഇവിടെ 6 പേരുടെ ഗ്രൂപ്പ് നിറഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ഈ വിഭു എന്ന അവതാരം ചെയ്തത് എന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ് 22ാമത്തെ ശ്ലോകത്തിൽ. അതാണ് അഷ്ടാശീതി സഹസ്രാണി മുനയോജേ ധൃതവ്രതാഹ അന്വശിക്ഷൻ വ്രതം തസ്യ കൗമാര ബ്രഹ്മചാരിണഃ. അഷ്ടാശീതി സഹസ്രാണി മുനയഃ യേ ധൃതവ്രതാഹ. അപ്പൊ അഷ്ടാശീതി എന്ന് പറഞ്ഞാൽ അശീതി 80 അഷ്ടാശീതി 88. ഇവിടെ 80,000 എന്നുള്ള അർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടാണ് അഷ്ടാശീതി. സഹസ്രാണി 1000, അപ്പൊ 80,000 അല്ലെങ്കിൽ 88,000 എന്നും എടുക്കാം. മുനയഃ ധൃതവ്രതാഹ. ധൃതവ്രതാഹ മുനയഃ. ധൃതവ്രതാഹ എന്ന് പറഞ്ഞാൽ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെയാണ് ഇവിടെ വ്രതമായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള ധൃതവ്രതന്മാരായ മുനികൾ, നൈഷ്ഠിക ബ്രഹ്മചാരിമാരായിട്ടുള്ള മുനികൾ ഉണ്ടായിരുന്നു. അവർക്ക് കൗമാര ബ്രഹ്മചാരിണഃ വ്രതം അന്വശിക്ഷ. അവർ കൗമാര ബ്രഹ്മചാരികളായിരുന്നു. എന്നുവെച്ചാൽ മാരനാൽ ബാധിക്കപ്പെടാത്ത നിഷ്കളങ്കരായ ബ്രഹ്മചാരിമാരായിരുന്നു. അവർക്ക് തസ്യ വ്രതം അന്വശിക്ഷ. അവർക്ക് ആ വ്രതത്തെ ഭഗവാൻ ബ്രഹ്മചര്യ വ്രതത്തെ അനുശിക്ഷണം ചെയ്യിച്ചു എന്ന് വെച്ചാൽ അഭ്യസിപ്പിച്ചു. അപ്പൊ 80,000 അല്ലെങ്കിൽ 88,000 മുനിമാർക്ക് ഈ പറഞ്ഞ ബ്രഹ്മചര്യ വ്രതത്തെ അഭ്യസിപ്പിക്കാൻ ഭഗവാൻ അവിടെ വിഭു എന്ന പേരിലുള്ള ഭഗവാന്റെ അവതാരം ചെയ്ത പ്രത്യേക അവതാര പ്രവൃത്തി അതാണ്. അന്ന് കാലത്ത് ദുഷ്ടന്മാരുടെ ശല്യമൊന്നും അധികം ഉണ്ടായില്ല. അതുകൊണ്ട് ഭഗവാൻ ആയുധമൊന്നും എടുത്ത് യുദ്ധമൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഈ ധർമ്മപരിപാലനമായിരുന്നു. ഉപദേശത്തിലൂടെയുള്ള ഗുരുഭാവത്തിലുള്ള അവതാരമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഭഗവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഗുരുക്കന്മാരായിട്ടുള്ള അവതാരങ്ങളാണ്, ഋഷിമാരായിട്ടുള്ള അവതാരങ്ങളാണ്. അല്ലെ, വ്യാസൻ ഭഗവാന്റെ അവതാരമാണ്. അതുപോലെ സനകാദികൾ ഭഗവാന്റെ അവതാരങ്ങളാണ്. നാരദൻ ഭഗവാന്റെ അവതാരമാണ്, അംശമാണ്. ഇങ്ങനെ ഓരോരുത്തരെയും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏത് അവതാരമാണ് ഭഗവാന്റെ ചോദിച്ചാൽ കപിലൻ, ദത്താത്രേയൻ മുതലായിട്ടുള്ള അവതാരങ്ങളൊക്കെ ഉപദേശം ചെയ്ത അവതാരങ്ങളാണ്. അതുകൊണ്ട് ഈ ലോകത്തില് ധർമ്മം പരിപാലിച്ച് ശാന്തിയും സമാധാനവും നിലനിന്നു. അപ്പൊ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുമ്പോഴേ ആയുധമെടുത്തിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങൾ വരേണ്ടതുള്ളൂ. അല്ലാത്തപ്പോ എല്ലാം പക്കയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആയുധം എടുക്കേണ്ട ആവശ്യമില്ല, ആരെയും നിഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ സ്വാരോചിഷ മന്വന്തരത്തിൽ ഭഗവാൻ ഇങ്ങനെ ഈ എന്താ പറയുക ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിപ്പിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. ഇനി 3ാമത്തെ മന്വന്തരത്തിലേക്ക് കടക്കുന്നു. ഉത്തമൻ എന്ന പേരുള്ള മനു, പ്രിയവ്രതന്റെ പുത്രൻ. നമ്മുടെ സ്വയംഭൂ മനുവിന്റെ പുത്രനായ പ്രിയവ്രതന്റെ 3 പുത്രന്മാര് 3 മനുക്കളാവുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ മാഹാത്മ്യം, പ്രിയവ്രതന്റെ മാഹാത്മ്യം. അത് പഞ്ചമസ്കന്ധത്തിൽ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് ഉണ്ടായ മക്കള് 10 പേരില് 3 പേര് ഇങ്ങനെ മനുക്കളായിത്തീരും. 7 പേര് 7 ഭൂഖണ്ഡങ്ങളുടെ നാഥന്മാരായിത്തീരും എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ആ പേര് ഉത്തമൻ, താമസൻ, രൈവതൻ, ഈ 3 പേരും 3 മന്വന്തരങ്ങളുടെ അധിപനായി മനുക്കളായി വരുന്നത് പ്രിയവ്രത പുത്രന്മാരാണ്. അവരുടെ കഥ നമുക്ക് കാണാം. നാളെ രാവിലെ കാണാം. അല്ല, നാളെ രാവിലെ ഇല്ല, സോറി, നാളെ വൈകിട്ട്, നാളെ 5 മണിക്ക് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ വൈകിട്ട് തുടരാം. ഹരി.
നാരായണ. എല്ലാവർക്കും ശുഭരാത്രി.